യെസ്, ഗുഡ് ഈവനിങ് മൈ ഡിയർ ഫ്രണ്ട്സ്. നിങ്ങളെയൊക്കെ ഈ ഒരു ജൂൺ മാസത്തിലെ ആദ്യത്തെ ദിവസങ്ങൾ, ഒരു 3-ാം തീയതിയൊക്കെ ആയിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളെയൊക്കെ ഏകദേശം ഒരു 449 പേരെ ഇവിടെ കാണാൻ കഴിയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ ഇന്ന് നമ്മളിങ്ങനെ ഒരു സെഷൻ എടുക്കാനുള്ള ഒരു റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കറിയാം ഈ സെഷന്റെ പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, മിഷൻ 300 ഡേയ്സ് എന്നുള്ളതാണ്. അപ്പോൾ ഈ മിഷൻ 300 ഡേയ്സ് എന്ന് പറയുമ്പോഴേ നമുക്ക് മനസ്സിലാക്കാം, നമ്മളുടെ സാമ്പത്തിക വർഷത്തിന്റെ ബാക്കി ദിവസങ്ങളെ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഇപ്പൊ പുതിയ സാമ്പത്തിക വർഷം അല്ലെ 2026-27. ഇനി നമുക്ക് മാർച്ച് 31 വരെ ഉള്ള ആ ഒരു 300 ദിവസത്തെ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു സെഷൻ ഇങ്ങനെ ഒരു പേര് കൊടുത്തിരിക്കുന്നത്. പൊതുവെ ബൈജൂസ് അക്കാദമിയുടെ ക്ലാസ്സുകൾക്കുള്ള ഒരു വിമർശനമാണോ എന്ന് എനിക്ക് അറിയില്ല. സ്വാഭാവികമായിട്ടും എല്ലാവരും പറയാറുണ്ട് ഒരു അടുത്ത ലെവലിലുള്ള, അപ്പൊ ഞങ്ങളുടെ ഈ വർഷത്തെ കോഴ്സിന്റെ പേരൊക്കെ ലാസ്റ്റ് ഇയറും ഈ വർഷമൊക്കെ നെക്സ്റ്റ് ലെവൽ എന്നുള്ളതാണ് നമ്മുടെ കോഴ്സിന്റെ പേരൊക്കെ വെച്ചിരിക്കുന്നത്. എപ്പോഴും ഒരു അടുത്ത ലെവൽ സെഷൻ എടുക്കുന്ന കൂട്ടത്തിലാണ് നമ്മൾ, അങ്ങനെയാണ് ചെയ്യാറുള്ളത്. പക്ഷെ ഇന്ന് ഞാൻ ഉദ്ദേശിച്ച കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ എൻ്റെ പ്രിയപ്പെട്ട പല ഏജൻസിനെയും വർഷങ്ങളായിട്ട് പരിചയമുള്ള പല ആളുകളെയും കാണുമ്പോൾ അവർ നമ്മളോട് ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യം, പഴയ പോലെ ബിസിനസ് കിട്ടുന്നില്ല. എന്നാൽ LIC പെർഫോമൻസിന് യാതൊരു വ്യത്യാസവും ഇല്ല. LIC നന്നായിട്ട് പെർഫോം ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട്. എല്ലാ ബ്രാഞ്ചുകളും, ഭൂരിഭാഗം ബ്രാഞ്ചുകളും നമ്പർ ഓഫ് പോളിസിയും പ്രീമിയം എല്ലാ പില്ലേഴ്സും പിന്നെ അച്ചീവ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ ഇൻഡിവിജ്വലി എടുത്ത് നോക്കുമ്പോൾ ചില ആളുകൾക്കെങ്കിലും ബിസിനസ്സിൽ കുറവുണ്ടോ എന്നൊക്കെ പല സംശയങ്ങളും ഉണ്ട്. ഉണ്ടാവാം, ബിസിനസ് ആകുമ്പോൾ ചില ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാം. മാർക്കറ്റ് മാറുന്നതിനനുസരിച്ച് ചിലപ്പോൾ നമുക്ക് ചേഞ്ച് ആവാൻ പറ്റിയിട്ടില്ലെങ്കിൽ ചില കാര്യങ്ങളൊക്കെ സംഭവിക്കും. അതൊക്കെ സ്വാഭാവികമായിട്ടും വരുന്നൊരു കാര്യമാണ്. അപ്പൊ അതിൽ അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, മുൻപ് ബിസിനസ് കിട്ടുമ്പോൾ എന്ത് ശക്തിയിലാണോ നമ്മൾ മാർക്കറ്റിൽ നിന്ന് പൂർവാധികം ശക്തിയായിട്ട് നമ്മൾ മാർക്കറ്റിൽ നമ്മളുടെ പ്രസൻസ് ഉണ്ടാവുക എന്നുള്ളതാണ്. അല്ലാതെ ഇതിനകത്ത് വേറൊരു ഷോർട്ട് കട്ടും ഒന്നുമില്ല. അപ്പൊ നമ്മൾ മിഷൻ 300 ഡേയ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇവിടെ നന്നായിട്ട് ചെയ്യുന്ന ആളുകളുണ്ട്, സെഞ്ചുറിയൻ ചെയ്യുന്ന ആളുകളുണ്ട്, MDRT ചെയ്യുന്ന ആളുകളുണ്ട്, വർഷങ്ങളായിട്ട് MDRTയും COT അതുപോലെ തന്നെ ക്ലബ് മെമ്പർഷിപ്പും കോർപ്പറേറ്റും ഗാലക്സി ക്ലബിലുള്ള മെമ്പേഴ്സൊക്കെ ഈ പ്ലാറ്റ്ഫോമിൽ ഓൾറെഡി ഉണ്ടാവും. പക്ഷെ നമ്മൾ ഇത്തവണ ഈ ഒരു സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഇന്നുകൂടെ ഞാൻ രാവിലെ ഫീൽഡിൽ പോയപ്പോൾ എന്നോടൊരു ഒരു പ്രോസ്പെക്ട്, ഞാൻ അങ്ങനെ കാണാൻ വേണ്ടി പോയതാണ്, ഒരു പെൻഷൻ പ്ലാൻ സംസാരിക്കാൻ വേണ്ടി പോയതാണ്. അപ്പൊ അദ്ദേഹം എന്നോട് ചോദിച്ചു, ബൈജു ഇപ്പോ പഴയ പോലെയൊന്നും LIC ഏജൻസിനെ ഫീൽഡിൽ കാണുന്നില്ലല്ലോ, എന്താ സംഗതി എന്ന് എന്നോട് ചോദിച്ചു. ഇത് നിങ്ങൾ എഗ്രി ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, നിങ്ങളോട് ആരെങ്കിലും ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എൻ്റെ അടുത്ത് കുറെ ആളുകൾ ഇങ്ങനെ ചോദിക്കാറുണ്ട്, പഴയ പോലെയൊന്നും ആളുകൾ ആരും വരുന്നില്ല, വീട്ടിലൊന്നും പോളിസി ചോദിച്ചുകൊണ്ടൊന്നും വരുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, സാറേ അങ്ങനെ അങ്ങനെ വരാത്ത പ്രശ്നമില്ല. പക്ഷെ ഇപ്പൊ പിന്നെ കമ്മ്യൂണിക്കേഷനൊക്കെ കൂടിയപ്പോൾ പലരും മൊബൈൽ ഫോണിലൂടെ, ഞങ്ങൾക്ക് ആനന്ദ പോലുള്ള പ്ലാറ്റ്ഫോം ഒക്കെ വന്നപ്പോൾ അതുവഴിയൊക്കെ പോളിസി ചെയ്യുന്ന ധാരാളം ആളുകളുണ്ട്, അങ്ങനെയൊക്കെ ആയിരിക്കും സംഭവിക്കുന്നുണ്ടത് എന്നാണ് ഞാൻ പറഞ്ഞു വെച്ചത്. പക്ഷെ യാഥാർത്ഥ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എഗ്രി ചെയ്യോ ഇല്ലയെന്ന് എനിക്ക് അറിയില്ല. യാഥാർത്ഥ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വിഭാഗം ഏജൻസി സുഹൃത്തുക്കൾ ഫീൽഡിൽ പോകുന്നില്ല. പഠിക്കുന്നുണ്ട്, കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ടോ ചെറിയ ചെറിയ കാരണങ്ങൾ കൊണ്ട്, എന്താ റീസൺ എന്ന് എനിക്ക് അറിയില്ല. ചിലപ്പോൾ എഫക്റ്റീവ് പ്രോസ്പെക്ടിങ്ങിന്റെ പ്രശ്നമായിരിക്കും. അങ്ങനെ പല പല പ്രശ്നങ്ങളും ഫേസ് ചെയ്യുന്ന ആൾക്കാർ ഫീൽഡിൽ പോകുന്നില്ല. ഡെഫിനറ്റ്ലി ഞാൻ പറയാം, എസ് ഒക്കെ വരുന്നുണ്ട്. ഒന്ന് എസ് ടൈപ്പ് ചെയ്ത്, നിങ്ങൾ അത്തരത്തിലുള്ള പ്രതിസന്ധികൾ ഫീൽഡ് പോകാത്ത ആളുകൾ ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല. പക്ഷെ ഫീൽഡിൽ പോയിരുന്ന ആൾ, നമ്മളെപ്പോലുള്ള LIC ഏജൻസിനെ കാണുന്നില്ല എന്ന് പറയുന്ന ആളുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും LICയുടെ പോളിസി എടുക്കുന്നത്, മിനി മേഡം ഇപ്പോൾ ഫീൽഡിൽ പോകണില്ല എന്ന് പറയുന്നു. പക്ഷെ ഞാൻ ഇവിടെ ഉറപ്പായിട്ടും പറയാം, ഫീൽഡിൽ പോകാതെ നമുക്ക് ഒരിക്കലും ഒരു ബിസിനസ് കിട്ടില്ല. അപ്പൊ ഇന്ന് ബൈജൂസ് അക്കാദമി ഉദ്ദേശിച്ചിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, സാധാരണ നമ്മൾ MDRT അങ്ങനെയുള്ള വലിയ വലിയ കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയാറില്ലേ. പക്ഷെ നമുക്ക് ബിസിനസ് കിട്ടണമെങ്കിൽ, ആർക്കെങ്കിലും ബിസിനസ് സ്റ്റെക്കപ്പായി എന്നിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, ആർക്കെങ്കിലും ബിസിനസ് കുറവായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാക്ക് ടു ബേസിക്സ് എന്ന് പറയും. എന്താണ് ബാക്ക് ടു ബേസിക്സ്? നമ്മൾ തുടങ്ങിയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നില്ലേ ഈ ബിസിനസ്സിൽ? നമ്മൾ വന്നിട്ട് എൻട്രി ചെയ്ത സമയത്ത് നമ്മൾ തുടങ്ങിയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നില്ലേ? ആ കാലഘട്ടത്തിലേക്ക് നമുക്ക് തിരിച്ചു പോകണം. പക്ഷെ അന്നത്തെ അതേ രീതിയിൽ തിരിച്ചു പോയാൽ നടക്കൂല, ഇല്ലേ? പുതിയ പുതിയ കാലഘട്ടത്തിന്റെ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ആ ഒരു ബാക്ക് ടു ബേസിക്സിലേക്ക് നമുക്ക് പോകാൻ പറ്റണം. അപ്പൊ മിഷൻ 300 ഡേയ്സ് കൊണ്ട് ഉദ്ദേശിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ വർഷം സെഞ്ചുറിയൻ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള എത്ര പേരുണ്ട് ഇവിടെ? അതായത് നിങ്ങൾ ഇതുവരെ സെഞ്ചുറിയൻ ആയോ ഇല്ലയോ എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചൊരു വിഷയമല്ല. പക്ഷെ സാറേ, എനിക്ക് ഈ വർഷം ഒരു 100 പോളിസി ചെയ്യണം. എന്തിനാണെന്നറിയോ 100 പോളിസി ചെയ്യുന്നത്? നമുക്ക് പൂർവാധികം ശക്തിയോടുകൂടി ഒരു ഒരു ഇൻഷുറൻസ് ഏജന്റ് പൂർവാധികം ശക്തിയോടുകൂടി മാർക്കറ്റിലേക്ക് തിരിച്ചിറങ്ങുന്നത് നമ്പർ ഓഫ് പോളിസികളുടെ എണ്ണം കൂടുമ്പോഴാണ്.
കാരണം നമ്മൾ കൂടുതൽ ആളുകളെ കാണുമ്പോൾ കൂടുതൽ റിസൾട്ട് വരും എന്നുള്ളതാണ്. അതിൽ എത്ര കമ്മീഷൻ കിട്ടി, അല്ലെങ്കിൽ എത്ര ആ 100 പോളിസി കൊണ്ട് MDRT ആയി, അതൊന്നും അല്ല ഇവിടെ വിഷയം. നമുക്ക് പൂർവാധികം ശക്തമായിട്ട് ഈ ഇൻഡസ്ട്രിയിലേക്ക് തിരിച്ചു വരണമെങ്കിൽ നമ്മുടെ ആ ഒരു മുൻകാലം, ഓമന ടീച്ചർ ചിരിക്കുന്നുണ്ട്, കാരണം 300-400 പോളിസി ഒക്കെ ചെയ്തുകൊണ്ട് അവിടെ ഇരിക്കുന്ന ആളാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഒരു വിഷയം അവിടെ ഇല്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് കുറെ ആളുകൾക്ക് 101, ഇവിടെ 101 ഉണ്ട്, എസ് ധാരാളം ഉണ്ട്. അങ്ങനെയെങ്കിൽ നിങ്ങൾ ഈ സെഷൻ ഫുള്ളായിട്ടിരിക്കണം കേട്ടോ. ഇടയ്ക്ക് വെച്ച് ഇറങ്ങി പോരുത്. 500 പേരായി, ഇനി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിരിച്ചു വരാൻ പറ്റില്ല. കാരണം നമ്മുടെ ഇതിന്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് 500 ഉള്ളൂ. നമ്മളത് മനഃപൂർവ്വം അവിടെ കൊണ്ട് വെച്ചതാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പൂർവാധികം ശക്തിയായിട്ട് നമുക്ക് തിരിച്ചു വരണം. ഇപ്പൊ ഞാനും ലാസ്റ്റ് ഒരു 4 ഇയർ ഒക്കെ ആയിട്ട് ഒരു 25 പോളിസിയുടെ മേലെ ചെയ്യാറില്ല. ടിക്കറ്റ് സൈസ് കുറച്ച് കൂടുതലാണെങ്കിൽ കൂടെ ഒരു 25 പോളിസി ഒക്കെ ചെയ്ത് MDRT ഒക്കെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഞാനും ഈ വർഷം ചിന്തിച്ചിരിക്കുന്ന ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കൊരു 100 പോളിസി ചെയ്യണം. ഞാൻ 2009 തുടങ്ങിയ സമയത്തൊക്കെ ഒരു 5-6 വർഷം കണ്ടിന്യൂസ് ആയിട്ട് സെഞ്ചുറിയൻ ആവുമായിരുന്നു. പക്ഷെ അത് പിന്നെ നമ്മൾ ടിക്കറ്റ് സൈസ് കുറച്ച് കൂടിയപ്പോൾ നമ്മളൊന്ന് മാറ്റി പിടിച്ചു. പക്ഷെ ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്ന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, LICയെ സംബന്ധിച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പദ്ധതികളുണ്ട്. പക്ഷെ ഇത് യഥാർത്ഥ രീതിയിൽ നമുക്ക് ആളുകളുടെ ഇടയിലേക്ക് എത്തിക്കാൻ പറ്റുന്നത്, നമ്മുടെ ജീവൻ സാഥി, പണ്ട് ജീവൻ സാഥി പോളിസി ഉള്ളതാ. പക്ഷെ ഇപ്പൊ എല്ലാ കടകളിലും നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് അല്ലെ, ബൈ 1 ഗെറ്റ് 1 എന്ന് പറഞ്ഞിട്ട് ഒരാൾക്ക് പോളിസി എടുത്താൽ ഒരാൾക്ക് പോളിസി ഫ്രീ ആണ്. അത്തരത്തിലുള്ള കുറെ നല്ല പ്ലാൻ, അതും ഗ്യാരണ്ടീഡ് റിട്ടേണിൽ, അത്തരത്തിലുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലാനുകൾ വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന 500 പേര് മനസ്സിൽ ചിന്തിക്കേണ്ട കാര്യം, കുറെ പേര് സെഞ്ചുറിയൻ ആവുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾ നോട്ട്ബുക്കും പേനയൊക്കെ ആയിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങൾ അതിൽ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു തീരുമാനം എടുത്തുകൊണ്ട് അതിലൊരു എഴുത്ത് എഴുതണം. നിങ്ങൾ, എനിക്ക് ഈ വർഷം 101 ഫാമിലിക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന രീതിയിൽ ഇൻഷുറൻസ് പോളിസികൾ വിൽക്കണം. ഇത് ചുമ്മാ എഴുതി വെച്ച് വട്ടം വരയ്ക്കല്ല കേട്ടോ. ഞാൻ എൻ്റെ പല ക്ലാസ്സുകളിൽ ഇങ്ങനെ വട്ടം വരയ്ക്കാൻ പറയും. പക്ഷെ ഇത് അങ്ങനെയല്ല. ഈ വർഷം എനിക്കൊരു 101 പോളിസി ചെയ്തിട്ട് 101 കുടുംബങ്ങൾക്ക് ഒരു ഫാമിലി പ്രൊട്ടക്ഷൻ കൊടുക്കണം എന്നുള്ളൊരു ദൃഢ നിശ്ചയം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അതിന് എന്തൊക്കെ ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് പ്രാക്ടിക്കലായിട്ട് നമുക്ക് പറയുന്ന കുറേ കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അതും കൂടെ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പൊ റെഡി അല്ലേ? എല്ലാവരും ഒന്ന് ടൈപ്പ് ചെയ്ത് നമ്മൾ ആ സ്ക്രീൻ ഷെയർ ചെയ്യാൻ പോവുകയാണ്. നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഈ വർഷം എന്ന് പറയുന്ന എല്ലാവരും ഒന്ന് ടൈപ്പ് ചെയ്യൂ. നെക്സ്റ്റ് ലെവൽ. ഫ്രം ബിഗിനിങ്. ഓക്കെ, അപ്പൊ ഇവിടെ സ്ക്രീൻ കാണുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് സ്ക്രീൻ കാണുന്നുണ്ടാവും. ബിന്ദു മാം സ്ക്രീൻ കാണുന്നുണ്ടല്ലോ അല്ലെ? ഒന്ന് കൈ പൊന്തിച്ച് കാണിച്ചാൽ മതി. ഓക്കെ ഓക്കെ, മിഷൻ 300 ഡേയ്സ് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഇനി മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോവുകയാണ്. ആക്ച്വലി നമ്മൾ നോക്കുകയാണെങ്കിൽ മാർച്ച് 31 വരയ്ക്ക് ഇനി ഒരു 301 ഡേയ്സ് ഉണ്ടാവും. 301 ദിവസം കലണ്ടറൊക്കെ നിങ്ങൾ വെച്ച് എണ്ണി നോക്കുകയാണെങ്കിൽ 301 ദിവസം ഉണ്ടാവും. ഈ 301 ദിവസത്തിൽ നമ്മൾ 100 പോളിസി ചെയ്യുക എന്നുള്ള ഒരു ടാർഗറ്റാണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ നമ്മൾ അതിന് എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോ അതിനകത്ത് എനിക്ക് നിങ്ങളെ ആദ്യം ഒന്ന് കൺഗ്രാജുലേറ്റ് ചെയ്യണം. കാരണം രാത്രി 8 മണിക്ക് ഒരു ഓൺലൈൻ സെഷന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക എന്ന് പറയുന്നത് എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് ഇന്ന് രാത്രി 8 മണിക്ക് ഒരു ചേഞ്ച്, എല്ലാവരും ഒരു ചേഞ്ച് ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ ബിസിനസ് ചേഞ്ച് എന്ന് ഞാൻ ഉദ്ദേശിച്ചത്, നമ്മുടെ ബിസിനസ്സിനകത്ത് ഒരു വലിയ മാറ്റം കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ നമ്മുടെ ക്ലാസ്സിൽ വന്നിട്ടുണ്ട്. അവർക്ക് കൺഗ്രാജുലേഷൻ. എൻ്റെ കോഴ്സിൽ വരുന്ന, സ്ഥിരമായിട്ട് വരുന്ന, നെക്സ്റ്റ് ലെവലിലൊക്കെ വരുന്ന ആളുകളെ ഞാൻ ഇവിടെ കാണുന്നുണ്ട്. അതൊരു 100 പേരാണ്. ബാക്കി 400 പേരും നമ്മുടെ ഗ്രോമാക്സിലുള്ള ആളുകളൊക്കെ എന്തോ ഇന്ന് ബൈജു സാർ എന്തെങ്കിലുമൊക്കെ ഞങ്ങൾക്ക് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ഒരു പുതിയ ഐഡിയ പറഞ്ഞു തരും എന്നുള്ളൊരു പ്രത്യാശയോടെ വന്നിരിക്കുന്നുണ്ട്. അപ്പൊ ആ പ്രത്യാശയ്ക്ക് യാതൊരു പിന്നെന്താ പറയുക, കോട്ടം ഉണ്ടാവില്ല. എന്തെങ്കിലുമൊക്കെ നമുക്ക് കിട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഓക്കെ, ദെൻ പേനയും പേപ്പറൊക്കെ എടുത്തോളൂ കേട്ടോ. ആർ യു റെഡി വിത്ത് പെൻ ആൻഡ് പേപ്പർ? നമുക്ക് കുറച്ച് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ എഴുതിയെടുക്കാം. അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഉണ്ട്. സോ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് സെഞ്ചുറിയൻ ഏജന്റ് ആണ്. ഞാൻ ഈ അടുത്ത കാലത്തൊന്നും ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടേ ഇല്ല. ലാസ്റ്റ് ഒരു 4 to 5 ഇയേഴ്സ് ഞാൻ MDRT ആയി തുടങ്ങിയതിന് ശേഷം ഞാൻ സെഞ്ചുറിയൻ ചെയ്തിട്ടില്ല. മാക്സിമം ഒരു 20 പോളിസി 25 പോളിസിയിൽ MDRT കംപ്ലീറ്റ് ചെയ്ത് അങ്ങനെ. പക്ഷെ ഞാനിങ്ങനെ ആലോചിക്കുമ്പോൾ എനിക്കും തോന്നും,
നമ്മുടെ നാട്ടില് ചുറ്റുവട്ടത്ത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന അപകടങ്ങളും അസുഖങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിൽ തോന്നുന്ന ഒരു വിഷമം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര ചെറിയ പോളിസി ആണെങ്കിലും ഏത് പ്ലാൻ ആണെങ്കിലും നമ്മളൊരു ഒരു പോളിസി നമ്മൾ വിൽക്കുന്ന സമയത്ത് ഒരു ഫാമിലിക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ പറ്റുന്ന ആ ആളുകൾ നമ്മളാണ്. അപ്പൊ നമ്മൾ ചോദിക്കാത്തത് കൊണ്ട് ചേരാത്ത ആളുകൾ നിറയെ പേരുണ്ട്. നമ്മൾ ശരിയായ രീതിയിൽ അത് ചോദിക്കാത്തത് കൊണ്ട് ചേരാത്ത നിറയെ ആളുകൾ നമ്മളുടെ ചുറ്റുവട്ടത്തുണ്ട്. ഇപ്പൊ നോക്കൂ, സെഞ്ചുറിയൻ എന്നൊക്കെ പറയുമ്പോൾ 100 പോളിസി എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു ബാലികേറ മലയായിട്ട് തോന്നും. അതൊരു വലിയ അയ്യോ സാറേ 100 പോളിസി. അപ്പൊ പലരുടെയും മനസ്സിൽ ഞാൻ കഴിഞ്ഞ കൊല്ലം എത്ര പോളിസി ചെയ്തു എന്നുള്ള ചിന്തയായിരിക്കും മനസ്സിലുണ്ടാവുക. ഓരോരുത്തർ ഇവിടെ ഇരിക്കുമ്പോൾ ഞാൻ കഴിഞ്ഞ കൊല്ലം എത്ര പോളിസി ചെയ്തു, എങ്ങനെയാണ് ഈ 100 പോളിസിയിലേക്ക് നമുക്ക് എത്താൻ പറ്റുക. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം 100 പോളിസി എന്നൊക്കെ കേൾക്കുമ്പോൾ ഒരു പക്ഷേ നമ്മളുടെ മനസ്സിൽ അതൊരു വലിയൊരു ടാർഗറ്റ് ആയിട്ട് തോന്നും. പക്ഷെ യഥാർത്ഥ കളി കിടക്കുന്നത് നമ്മളുടെ ചുമരിലൊക്കെ തൂക്കിയിട്ടിരിക്കുന്ന കലണ്ടറില്ലേ. യഥാർത്ഥ കളി എവിടെ കിടക്കുന്നത് സുനിൽ സാറേ? ഇപ്പൊ നിങ്ങളിവിടെ സ്ക്രീനിനകത്തൊരു കലണ്ടർ കാണുന്നുണ്ടാവും. നമ്മൾ ആലോചിക്കേണ്ടത് 100 പോളിസി എന്നതിലേക്കല്ല, നിങ്ങളുടെ മുന്നിൽ ഇനി എത്ര ദിവസങ്ങൾ ബാക്കിയുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം 300 ദിവസം ബാക്കിയുണ്ട് അല്ലേ? 300 ഡേയ്സ് നമ്മളുടെ മുന്നിലുണ്ട്. അപ്പൊ നമ്മൾ ഈ ജോലി തന്നെ ചെയ്യുന്ന ആൾക്കാരെ ചിലപ്പോൾ അതിന്റെ കൂട്ടത്തിൽ ക്രോസ് സെല്ലിംഗ് ആയിട്ട് ചിലപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസോ വണ്ടികളുടെ ഇൻഷുറൻസോ ഒക്കെ ചെയ്യുന്നുണ്ടാവും. പക്ഷെ നമ്മളുടെ മുന്നിൽ എത്ര ദിവസമുണ്ട്? 300 ദിവസമുണ്ട്. അപ്പൊ ഈ 300 ദിവസത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 300 ദിവസം എന്ന് പറയുമ്പോൾ ഏകദേശം എത്ര ആഴ്ച ഉണ്ടാവും? 300 ദിവസം എന്ന് പറയുമ്പോൾ 10 മാസം ഉണ്ട്. 300 ഡേയ്സ് മാസം കൊണ്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എത്രയുണ്ട്? 10 മാസം ഉണ്ട്. ഏകദേശം ഒരു 42 ആഴ്ച നമുക്ക് അതിനു വേണ്ടി കിട്ടും. 42 ആഴ്ച നമുക്ക് വേണ്ടി കിട്ടും. അപ്പൊ സെഞ്ചുറിയൻ എന്താ പറയാ, സെഞ്ചുറിയൻ ആകണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ചിന്തിക്കേണ്ട കാര്യം, ഈ 42 ആഴ്ച കൊണ്ട് നമുക്ക് 100 പോളിസി വിൽക്കണമെങ്കിൽ ഒരാഴ്ചയിൽ എത്ര പോളിസി വിൽക്കണം? കണക്കുകളാണ് കേട്ടോ. ഞാൻ സാധാരണ കണക്ക് കൂട്ടി പഠിപ്പിക്കുന്ന ഒരാളല്ല, പക്ഷെ ഇപ്പൊ നിങ്ങൾ കണക്ക് കൂട്ടിക്കോളൂ. 42 ആഴ്ചയിൽ നമുക്ക് 100 പോളിസി ചെയ്യണമെങ്കിൽ ഓൾമോസ്റ്റ് നമുക്കൊരു 2.4 ഒക്കെയാണ് കണക്ക്. ഗവൺമെന്റ് ടീച്ചർ പറയുമ്പോൾ കണക്ക് മാഷൊക്കെ ആണെങ്കിൽ അങ്ങനെ ഒരു 2.4 ഒക്കെ നമുക്ക് ചെയ്യണം. ഒരു 3 പോളിസി എന്ന് കൂട്ടിക്കോളൂ. 300 ദിവസത്തിൽ 10 മാസം ഉണ്ട്, 42 ആഴ്ച ഉണ്ട്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഇതൊരു സിമ്പിൾ ആയിട്ട് തോന്നും. പക്ഷെ പലർക്കും നമ്മൾ വെച്ച ടാർഗറ്റുകൾ എത്താൻ പറ്റാത്ത എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാണാൻ ചെല്ലുന്ന ആളുകൾക്കും നമുക്കൊക്കെ ഉള്ളൊരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സമയമുണ്ടല്ലോ എന്നുള്ളതാണ് നമ്മൾ ചെയ്യാതിരിക്കാനുള്ള ഒരു പ്രധാന റീസൺ. അയ്യോ 300 ദിവസവും ഇല്ലേ, മാർച്ച് 31 വരെ സമയമുണ്ടല്ലോ. നമ്മൾ പെൻഷൻ പ്ലാൻ ചേർക്കാൻ പോകുന്ന ആളുകൾക്കും നമ്മൾ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ആളുകളെ ചേർക്കാൻ പോകുമ്പോഴും ആളുകളുടെ പ്രശ്നം ഇതാണ്. എന്താ പ്രശ്നം? എന്റെ കുട്ടിക്ക് ആകെ 1 വയസ്സല്ലേ ആയിട്ടുള്ളൂ, അവന് വേണ്ടിയിട്ട് എന്തിനാ 18 വയസ്സിൽ പൈസ കിട്ടാൻ ഇപ്പൊ തന്നെ ചേരണേ? അതിനു വേണ്ടി വേറെ എന്തെങ്കിലും നമുക്ക് ആ സമയത്ത് വല്ല കാറ് വാങ്ങുക വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് അങ്ങനെ പൊയ്ക്കൂടെ? നമ്മളുടെ ഈ മനസ്സിൽ എന്താ, 300 ദിവസം കൊണ്ട് 100 പോളിസിക്ക് ഇപ്പൊ തന്നെ തുടങ്ങണോ? ആക്ച്വലി നമ്മൾ ഇപ്പൊ തന്നെ തുടങ്ങണം. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തോണം? ഇവിടെ ഫസ്റ്റത്തെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മാസ്റ്റർ ദ വീക്ക്ലി മൈക്രോ ടാർഗറ്റ്. മാസ്റ്റർ ദ വീക്ക്ലി മൈക്രോ ടാർഗറ്റ്. ആദ്യമായിട്ട് 100 പോളിസി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകള് ഒരു ആഴ്ചയിൽ ഇനി നമുക്കൊരു മിനിമം ഒരു 3 പോളിസി എങ്കിലും ചെയ്യണം. മിനിമം ഒരു 3 പോളിസി എങ്കിലും ചെയ്താലാണ് 40 ആഴ്ച കൊണ്ട് ചിലപ്പോൾ 120ലേക്കൊക്കെ കടക്കാം. ഇനിയിപ്പോൾ അതിൽ ഏതെങ്കിലും ഒരാഴ്ച പോലും പോളിസികൾ ഇല്ലാത്ത ആഴ്ചകളായിട്ട് മാറരുത്. 100 പോളിസി ചെയ്യണമെന്ന് ആഗ്രഹമുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സെഷനാണ്. ഞാൻ ഇന്ന് വരെ ഇത്രയ്ക്കും സിമ്പിൾ ആയിട്ടുള്ള ഒരു സെഷൻ ഞാൻ എടുത്തിട്ടുണ്ടോ എന്ന് തന്നെ എനിക്കറിയില്ല. എൻ്റെ യൂട്യൂബ് ചാനലിലൊക്കെ നിങ്ങൾ പോയി ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഒരു സെഷൻ എടുത്തിട്ടില്ല. ഹൗ ടു ബിക്കം സെഞ്ചുറിയൻ ഒന്നും ഞാൻ ഇന്ന് വരെ ഈ ട്രെയിനിങ് ഫീൽഡിൽ വന്നിട്ട് ഒരു 4-5 വർഷത്തിനുള്ളിൽ ഇത്തരത്തിലുള്ള ഒരു സെഷൻ ഞാൻ ഹാൻഡിൽ ചെയ്തിട്ടില്ല. പക്ഷെ എനിക്കുണ്ടായ ഒരു തിരിച്ചറിവ്, കുറച്ച് നാളുകളായിട്ട് എനിക്കുണ്ടായ ഒരു തിരിച്ചറിവ്, പുതിയ കുറെ ഏജൻസ് വന്നിട്ടുണ്ട് അല്ലെ. ഭീമ സഖി എന്ന് പറയുന്ന ലേഡീസിനിടയിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു റിക്രൂട്ട്മെന്റ് ആക്ടിവിറ്റി LIC ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ധാരാളം ചീഫ് ലൈഫ് ഇൻഷുറൻസ് അഡ്വൈസേഴ്സ് ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് പുതിയ ഏജൻസ് ആയാലും പഴയ ഏജൻസ് ആയാലും എനിക്ക് പറയാനുള്ള കാര്യം, മിനിമം നമ്മൾ ഓരോരുത്തരും, ഞാനടക്കം ഈ വർഷം ഞാനടക്കം, കാരണം ഞാൻ ചെയ്യാത്തൊരു കാര്യം നിങ്ങളോട് ചെയ്യാൻ പറയുന്നതിൽ അർത്ഥമില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ അടക്കമുള്ള ആളുകൾ ഇത്തവണ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് പാറുക്കുട്ടി മാം എന്ത് ചെയ്യണം? ഒരു 100 പോളിസി ചെയ്യാനുള്ള നമ്മളൊരു തീരുമാനം എടുത്താൽ മതി. ആ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും ചെയ്യാൻ പറ്റും. പലപ്പോഴും ഉറച്ച തീരുമാനങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് പലതും ചെയ്യാൻ പറ്റാതെ പോണം. ഒരു ഉറച്ച തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് 100 പോളിസി ചെയ്യാൻ പറ്റും. അപ്പൊ എന്താ,
കളി കിടക്കുന്നത് കലണ്ടറിലാണ്. കലണ്ടർ ഈസ് ദ മാജിക്. 300 ഡേയ്സ് നമ്മുടെ മുമ്പിലുണ്ട്, 42 ആഴ്ച ഉണ്ട്, 300 ദിവസമുണ്ട്, 10 മാസമുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തോണം? നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടാർഗറ്റിനെ വീക്ക്ലി മൈക്രോ ടാർഗറ്റുകളായിട്ട് വെട്ടി മാറ്റിക്കോണം. 2.4 പോളിസി ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ, 2.5 പോളിസി ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്താൻ പറ്റും. അതിന് വീക്ക്ലി മൈക്രോ ടാർഗറ്റ് ആയിട്ട് മാറ്റുക. ഒരു ആഴ്ച പോലും പോളിസികൾ ഇല്ലാത്ത ഒരു നമ്മൾ പോളിസി കൊടുക്കാത്ത ഒരാഴ്ച ഉണ്ടാവാൻ പാടില്ല. അഥവാ നിങ്ങൾക്ക് എന്തെങ്കിലും കാരണവശാൽ ഒരാഴ്ച പോളിസി കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അതിനെ നമ്മൾ അടുത്ത ആഴ്ച കൊണ്ട് മേക്കപ്പ് ചെയ്തോണം. അപ്പൊ ആദ്യത്തെ പോയിന്റ് എന്താ? ഈ കലണ്ടർ, നിങ്ങളുടെ വീട്ടിലെ ഓരോരുത്തരും കലണ്ടറിൽ ശ്രദ്ധിക്കുക. നമ്മൾ പോളിസി കൊടുക്കുക. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, നിങ്ങൾ എല്ലാ ദിവസവും ചെന്ന് പോളിസി കൊടുക്കണമെന്ന് ഞാൻ പറയില്ല. ഏതെങ്കിലും ആഴ്ചയിൽ ഒരു ദിവസം, അത് തിങ്കളാഴ്ച, ചൊവ്വാഴ്ച, ബുധനാഴ്ച, വ്യാഴോ, വെള്ളി, ഈ 5 ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം നമ്മളുടെ വീക്ക് ഡേ ആക്കുക. അതിനിടയ്ക്ക് നമുക്ക് വല്ല കോമ്പറ്റീഷൻസും കാര്യങ്ങളൊക്കെ വരും. ചിലപ്പോൾ നമ്മൾ ആ ദിവസം കൊടുക്കുമ്പോഴായിരിക്കും നമുക്ക് എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ് ഒക്കെ കിട്ടുക. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് ആ ദിവസത്തേക്ക് മാറ്റി വെക്കാം. എങ്കിലും പേഴ്സണൽ ആയിട്ടൊരു ഒരു ബിസിനസ് ആക്ടിവേഷൻ ഡേ എവറി വീക്ക് നമ്മൾ തീരുമാനം എടുക്കുക. ഒരു പേഴ്സണൽ ബിസിനസ് ആക്ടിവേഷൻ ഡേ. അത് തിങ്കളാഴ്ച ആയിക്കോട്ടെ, ചിലർക്ക് തിങ്കളാഴ്ച ആയിരിക്കും എളുപ്പം, ചിലർക്ക് ചൊവ്വാഴ്ച ആയിട്ടായിരിക്കും എളുപ്പം, ചിലർക്ക് അപ്പൊ ആ ഒരു ഞാൻ ബുധനാഴ്ചയാണ് എൻ്റെ പേഴ്സണൽ വീക്ക്ലി ആക്ടിവേഷൻ ഡേ വെക്കുന്നതെങ്കിൽ നമ്മൾ ആ ദിവസം പോളിസി കൊടുക്കാതിരിക്കരുത്. പക്ഷെ 100 പോളിസി ചെയ്യണമെങ്കിലോ ഒരു 3 പോളിസിയൊക്കെ കണ്ടെത്തണം. ഏതെങ്കിലും കോമ്പറ്റീഷൻസ് ഒക്കെ ആ ദിവസം ഉണ്ടെങ്കിൽ, ഇപ്പൊ നമുക്ക് ഗോവ ടൂർ അനൗൺസ് ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ നല്ലൊരു കോമ്പറ്റീഷനാണ്. ആ ഗോവ ടൂറിന്റെ ഒപ്പം തന്നെ ഈ വെള്ളിയാഴ്ച ഒരു പോളിസി കൊടുത്തു കഴിഞ്ഞാൽ അതിന് ബൂസ്റ്റ് ചെയ്യാൻ, അതിന് ഫ്യൂവൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോരോ കാര്യങ്ങൾ LIC ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിലൊക്കെ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അപ്പൊ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്. 100 പോളിസി ചെയ്യാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങളുടെ മുന്നിലിരിക്കുന്ന, നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന കലണ്ടറാണ്. ഇതൊരിക്കലും നമ്മൾ മറക്കരുത്. രണ്ടാമത്തെ കാര്യം എന്താ? ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇൻഷുറൻസ് ബിസിനസ് എന്ന് പറയുന്നത് നമ്പർ ഗെയിമാണ്. എന്താണ്? ഇൻഷുറൻസ് ബിസിനസ് എന്ന് പറയുന്നത് നമ്പറുകളുടെ ഗെയിമാണ്. എന്താ നമ്പർ ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ എത്ര ആളുകളെ കാണുന്നോ അതാണ് ബിസിനസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുക. ഇപ്പൊ നോക്കൂ, പല ഇൻഷുറൻസ് ഏജൻസും പരാജയപ്പെട്ടു പോയിരിക്കുന്നത് ഈ ഒരു നമ്പർ ഗെയിമിലാണ്. കാരണം കാണുന്ന ആളുകളുടെ എണ്ണം വളരെ കുറച്ചിരിക്കുകയാണ്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ ട്രെയിനിങ് തുടങ്ങിയ കാലഘട്ടം മുതൽ നിങ്ങളോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ചോദിച്ചാൽ കിട്ടാനുള്ള സാധ്യത 50%, കിട്ടാതിരിക്കാനുള്ള സാധ്യത 50%. ചോദിക്കാതിരുന്നാലോ 100% കിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ആളുകളെ കാണാൻ വേണ്ടിയിട്ട് ഒരു പ്രോസ്പെക്ടിങ് ലിസ്റ്റ്, എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രോസ്പെക്ടിങ് ലിസ്റ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യണം. നമുക്ക് അതിനകത്ത് ഒരു 10-250 പേരുടെ പേരെങ്കിലും അതിനകത്ത് ഉണ്ടാവണം. അപ്പൊ ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു പ്രോസ്പെക്ടിങ് ലിസ്റ്റ് ഉണ്ടാക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല. ഇപ്പൊ ഞാൻ എന്തൊക്കെയാണോ നിങ്ങളോട് പറഞ്ഞു വരുന്നത്, ഇതൊക്കെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുള്ളൂ. പക്ഷെ ഈ പ്രോസ്പെക്ടിങ് ലിസ്റ്റ് ഉണ്ടാക്കുന്നതിനോടൊപ്പം തന്നെ 100 പോളിസി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന പല ആളുകളോടും ഞാൻ സംസാരിക്കുമ്പോൾ അവരെന്നോട് പറയാറുണ്ട്, സാറേ ഞാൻ രാവിലെ തൊട്ട് വൈകുന്നേരം വർക്കിന് പോയിട്ട് വന്ന വൈകിട്ട് ഒരു വർക്കിംഗ് റിപ്പോർട്ടും കൂടി ആരെയൊക്കെ കണ്ടു, എന്താണ് അവർ നമ്മളോട് സംസാരിച്ച് എന്നൊക്കെ റിപ്പോർട്ട് എഴുതിയിട്ടേ കിടക്കാറുള്ളൂ. ഞാൻ പല സെഞ്ചുറിയൻ ഏജൻസുമായിട്ട് ഞാൻ ഇങ്ങനെ ഡിസ്കസ് ചെയ്യുമ്പോൾ അവർ പറയാറുണ്ട്, അവരുടെ ഡയറി എനിക്ക് കാണിച്ചു തരാറുണ്ട്. എനിക്ക് പേഴ്സണലായിട്ട് അറിയുന്ന കുറേ സെഞ്ചുറിയൻ ഏജൻസ്, ഞാൻ കാണുന്ന നമ്മുടെ ബ്രാഞ്ചിലും ഞാൻ ട്രെയിനിങ്ങിന് പോകുമ്പോൾ ഒക്കെ കാണുന്ന ആളുകൾ. ഒരു തവണ ഞാൻ കഴിഞ്ഞ ലാസ്റ്റ് മന്ത് ഞാൻ ട്രിച്ചിയിൽ ഒരു ട്രെയിനിങ്ങിന് പോയിരുന്നു, തമിഴ്നാട്ടിൽ. അപ്പോൾ അവിടെ ഒരു ഏജന്റ് ചെയ്തിരിക്കുന്നത്, ഒരു ബ്രാഞ്ചിൽ ചെയ്തിരിക്കുന്നത് 352 പോളിസി ചെയ്ത ഒരു ഏജന്റ് സെഞ്ചുറിയൻ ആണെന്ന് പറഞ്ഞിട്ട് അവിടെ ബൊക്കെയൊക്കെ കൊടുത്ത് സ്വീകരിച്ചപ്പോൾ ഞാൻ അവരോട് ട്രെയിനിങ് സെഷൻ കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചിരുന്നു, മാഡം ഹൗ ടു ബിക്കം, ഈ 352 പോളിസി ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എത്ര ആളുകളെയാണ് കണ്ടിട്ടുണ്ടായിരുന്നത്? അപ്പൊ ട്രിച്ചി പോലൊരു സ്ഥലത്ത് ഒരു ഗ്രാമപ്രദേശത്ത് നിന്ന് വരുന്ന ആളുകൾ. അപ്പൊ അവർ പറയാം 352 പോളിസിയിൽ 352 പോളിസി, തമിഴും മലയാളവും ഒക്കെ കലർന്നിട്ടാണ് പറയുന്നത്. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഏകദേശം കണ്ടിരിക്കുന്നത് 1500-ലധികം ആളുകളെയാണ്. 1500-ന് മേലെ പ്രോസ്പെക്റ്റിനെ കണ്ടിട്ടാണ് 352 പോളിസി അവർ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് അവർ എനിക്ക് ആ ഡയറി കാണിച്ചു തന്നു. ഓരോ ദിവസം അവർ വർക്കിന് പോകുമ്പോൾ അവർ കണ്ട ആളുകൾ, അത് കോളം വരച്ചിങ്ങനെ എഴുതിയിരിക്കുക. ഞാൻ ഇന്ന ആളെ കണ്ടു, അപ്പൊ അവരുടെ സ്ഥലം, മൊബൈൽ നമ്പർ, അവിടെ എല്ലാ ഗ്രാമത്തിന്റെ പേരിന്റെ ബാക്കിലും ഒരു പട്ടി ചേർത്തി പറയും. അങ്ങനെ പറയാം, പുളിയാമ്പട്ടി, അങ്ങനെ പല പട്ടി. അങ്ങനെ നിങ്ങൾ ട്രിച്ചി തമിഴ്നാട് വഴിക്കൊക്കെ ട്രാവൽ ചെയ്യുന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് അറിയാൻ പറ്റും. അങ്ങനെ പട്ടി. അപ്പൊ അങ്ങനെ എല്ലാ ഗ്രാമത്തിൽ പോകുമ്പോഴും ഇങ്ങനെ കണ്ട 352 ആളുടെ പോളിസി കിട്ടാൻ വേണ്ടിയിട്ട് മോർ ദാൻ 1500 ആളുകളെ കണ്ട്, ഈ 1500 ആളുകളും അവരോട് സംസാരിച്ചത് എന്താണ്, അല്ലെങ്കിൽ അവരോട് എന്താ പറഞ്ഞതെന്നതടക്കം അവരൊരു വലിയ അക്കൗണ്ട് ബുക്ക് പോലുള്ള ഒരു അക്കൗണ്ട് ബുക്കാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ഞാൻ അങ്ങനെയൊന്നും നമ്മൾ ചെയ്യണമെന്ന് ഞാൻ പറയില്ല. പക്ഷേ
ഡെഫിനറ്റ്ലി ഇൻഷുറൻസ് ബിസിനസ് ഈസ് എ നമ്പർ ഗെയിം. എവിടെയെങ്കിലും നമുക്ക് ബിസിനസ് കുറവുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിൽ ഓർത്തു വെച്ചോളൂ, നിങ്ങൾ കാണുന്ന ആളുകളുടെ എണ്ണം കുറവായിരിക്കും. അവർ പോളിസി എടുത്തോ എടുത്തില്ലേ ഡിയർ ഫ്രണ്ട്സ്, എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരാളോട് പോളിസി ചോദിക്കുമ്പോൾ അവർ എടുത്തോ എടുത്തില്ലേ അത് നമ്മളുടെ മാറ്റർ അല്ല. പക്ഷെ ആ ചോദിക്കുക എന്നുള്ള പ്രോസസ്സിലൂടെ നമ്മൾ കടന്നു പോകണം. എപ്പോഴും ഞാൻ പറയാറില്ലേ, ലവ് ദ പ്രോസസ്, റിസൾട്ട് വിൽ ഓട്ടോമാറ്റിക്കലി കം. പ്രോസസ്സിനെയാണ് നമ്മൾ ഇഷ്ടപ്പെടേണ്ടത്, റിസൾട്ടിനെ അല്ല. ഇപ്പൊ നിങ്ങൾക്ക് പ്രോസസ്സിനെ ഇഷ്ടപ്പെടാൻ കഴിഞ്ഞാൽ, ഇപ്പൊ നോക്കൂ, ഞാൻ ഇവിടെ ഇരുന്ന് ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പൊ ഈ ക്ലാസ് എടുക്കൽ എന്ന് പറയുമ്പോൾ നമ്മൾ ആ മേഖലയിൽ കുറെ കാലം ഉണ്ടെങ്കിലും ഓരോ പുതിയ സെഷനും ഓരോ ആദ്യമായിട്ട് നമ്മൾ ഒരു ട്രെയിനിങ് ക്ലാസ്സിൽ കയറുന്ന ഒരു മാനസികാവസ്ഥ എനിക്ക് ഉണ്ടാവുക. ചിലപ്പോൾ നിങ്ങൾ കാണുന്ന പിക്ചേഴ്സ്, നിങ്ങൾ കാണുന്ന പോയിന്റ്സ് ഒന്നും ഇതിനു മുമ്പ് ബൈജൂസ് അക്കാദമിയുടെ ക്ലാസ്സിൽ കാണിച്ച സ്ലൈഡ് ഒന്നും ആയിരിക്കില്ല. ആക്ച്വലി ഒരു ബോറിംഗ് ആ, ഇതൊക്കെ ഇങ്ങനെ ചെയ്യണം, കുറെ കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കണം. പക്ഷേ ഞാൻ ഇഷ്ടപ്പെടുന്നത് പ്രോസസ്സിനെയാണ്. അതിൽ നിന്ന് എന്ത് റിസൾട്ട് വരുന്നൊന്നും ഇതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കാറില്ല. അപ്പൊ അതുപോലെ നമ്മൾ എന്ത് ചെയ്തോണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് പോളിസി എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്ന, കാരണം 100 പോളിസി ചെയ്യണമെന്ന് പറഞ്ഞ് പരാജയപ്പെട്ടു പോകുന്ന ആളുകളുടെ പ്രധാന പ്രശ്നം, ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾ കാണുന്ന ആളുകളുടെ എണ്ണം കുറവായിരിക്കും. ഇതെവിടെ ഓമന ടീച്ചർ 300 പോളിസി എങ്ങാണ്ടോ ഈ വർഷം ചെയ്തിട്ടുണ്ട്. എത്ര പേരെ കണ്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ടീച്ചറുടെ ഒരു ഇന്റർവ്യൂ നമ്മളുടെ പ്ലാറ്റ്ഫോമിൽ വെക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട് കേട്ടോ, റെഡി ആയിട്ടിരുന്നോളൂ. നിങ്ങളെ ഞാൻ കുറെ നാളുകളായിട്ടത് ചെയ്യണമെന്ന് വിചാരിച്ചു. സെഞ്ചുറിയനൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് ഒരു ഐഡിയ ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ നമ്മൾ ചാറ്റ് വിത്ത് ചാമ്പ്യൻ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം അടുത്ത് തന്നെ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ട് ടീച്ചറെ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞാൽ മതി. പക്ഷെ ഇവിടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം, ഇതൊരു നമ്പർ ഗെയിമാണ്. ഒരു ദിവസം ശുഭ മാം നിങ്ങൾ എത്ര ആളുകളെ കാണുന്നു, നിങ്ങളുടെ കലണ്ടർ എങ്ങനെ നിങ്ങൾ ബുദ്ധിപരമായിട്ട് യൂസ് ചെയ്യുന്നു, നിങ്ങൾ വീക്കിലി എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട ഈ നമ്പർ ഗെയിം കളിക്കാൻ താല്പര്യമില്ലാത്ത ആളുകൾക്ക് ഇപ്പൊ തന്നെ ഈ സെഷൻ വിഡ്രോ ചെയ്യാം കേട്ടോ. സാർ എനിക്ക് ഈ പണിയൊന്നും പറ്റില്ല, ഈ 100 പോളിസി കുറെ ആൾക്കാരെ കാണാം, ഇതൊന്നും പറ്റില്ല. കാരണം എന്താണെന്നറിയോ, 500 പേർക്ക് കയറാൻ പറ്റും. അപ്പൊ കയറാൻ പറ്റാത്ത കുറെ ആൾക്കാർ ഇപ്പൊ എവിടെയെങ്കിലും നിൽക്കുന്നുണ്ടാവും. അപ്പൊ സാർ ഇതൊന്നും എനിക്ക് പറ്റില്ല എന്ന് ആർക്കെങ്കിലും തോന്നുകയാണെങ്കിൽ ജസ്റ്റ് സൂമിന്ന് ലെഫ്റ്റ് ആവുക, എന്നിട്ട് പഴയ പരിപാടി നിങ്ങൾ ചെയ്യുന്നുണ്ടാവുമല്ലോ, ഇതുവരെ ഇപ്പൊ എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി ഉണ്ടാവുമല്ലോ, അത് തന്നെ കണ്ടിന്യൂ ചെയ്യാം. ഡെഫിനറ്റ്ലി ഞാൻ പറയുന്നു, ഈ നമ്പർ ഗെയിമിനെ പ്രേമിക്കുന്ന ആളുകൾക്ക് മാത്രമേ വലിയൊരു ലെവലിലേക്ക് ഈ സംഭവത്തെ, ഇപ്പൊ നോക്കൂ, നിങ്ങൾക്ക് ഇതുവരെ LICയിൽ എന്ത് അച്ചീവ്മെന്റ് ഉണ്ടാക്കിയില്ല അതൊന്നുമല്ല. അപ്പൊ ഒരു വലിയ അച്ചീവ്മെന്റ് ഒന്നും ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ലാത്ത ആളുകൾ പലരും അങ്ങനെ പറയും, സാർ ഞാൻ വന്നിട്ട് കുറെ നാളായി, എനിക്ക് വലിയ അച്ചീവ്മെന്റ് ഒന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല. ഒന്നും പേടിക്കണ്ട. ഈ നമ്പർ ഗെയിം നിങ്ങൾ കളിക്കാൻ തയ്യാറായാൽ നമുക്ക് ഉറപ്പായിട്ടും, നിങ്ങൾ ഈ ഇടയ്ക്ക് IPL കഴിഞ്ഞിട്ടുണ്ടാവും അല്ലെ, IPL ഒരു ബാറ്റ്സ്മാന് കിട്ടാവുന്ന ഏറ്റവും അവാർഡ് എന്ന് പറയുന്ന 6 അവാർഡ് അത്ര IPL ഒരു ബാറ്റ്സ്മാന് കിട്ടുക. 15 വയസ്സായ ഒരു ചെറുക്കനാണ് 5 അവാർഡ് അതിൽ വാങ്ങിയിരിക്കുന്നത്. വൈഭവ് സൂര്യവംശി എന്ന് പറയുന്ന ഒരു പയ്യനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. 15 വയസ്സേ ഉള്ളൂ. അപ്പൊ അവന്റെ അച്ഛൻ ഏതോ ഒരു പത്രത്തിന് കൊടുത്ത അഭിമുഖത്തിൽ പറയുണ്ടായിരുന്നു, വളരെ ചെറുപ്പം തൊട്ട് ഒരു 4, 5, 6 വയസ്സ് തൊട്ട് തന്നെ ഒരു ദിവസം 1000 പന്തുകളാണ് അത്ര നേരിടുക പ്രാക്ടീസ് മാച്ചിൽ. അതായത് പ്രാക്ടീസ് ചെയ്യാൻ പോവുമല്ലോ, ഒരു ക്രിക്കറ്റ് പ്ലെയർ 1000 പന്തുകളാണ് ഒരു ദിവസം അവൻ കളിക്കുന്നതെന്ന്. 50 ഓവർ മാച്ചിൽ എത്ര പന്ത് ഉണ്ടാവും അല്ലെ? 300 പന്ത്. ഒരു 2 ടീമും കൂടെ കളിക്കുമ്പോൾ 600 പന്താ. അവനപ്പോ ഒരു 1.5 വൺ ഡേ സെഷൻ കഴിക്കുന്നതിന്റെ ഒപ്പം അത് അത്രയ്ക്കും പ്രാക്ടീസ് ചെയ്തിട്ടാണ് ഇന്നത്തെ വൈഭവ് സൂര്യവംശി എന്ന് പറയുന്ന ആ പയ്യൻ എത്തി നിൽക്കുന്നത്. 15 വയസ്സായിട്ടുള്ള. അതേപോലെയാണ് എത്ര പന്തുകൾ നേരിട്ടിട്ട് അവൻ അതിനകത്ത് സ്കിൽ ഉണ്ടാക്കുന്നുണ്ടോ, കഴിവുണ്ടാക്കുന്നുണ്ടോ. നമ്മളിപ്പോ നോക്കൂ, കുറെ ആളുകളെ കാണുമ്പോൾ നമുക്ക് പോളിസി കിട്ടിയിട്ടില്ലെങ്കിലും ഈ ആളുകളെ കുറിച്ച് പഠിക്കാനുള്ള ഒരു അവസരം കിട്ടും. നമ്മളൊരു 10 പേരെ കണ്ടു, നമ്മളൊരു പോളിസി ചോദിക്കുന്ന സമയത്ത് 4 പേരും ഒരേ രീതിയിലാണ് നമ്മളോട് പ്രതികരിക്കുന്നതെങ്കിൽ നമുക്കതൊന്ന് മാറ്റി പിടിക്കാം. അല്ലെങ്കിൽ പോളിസി കിട്ടുന്ന 4 പേരും പോളിസി കിട്ടാൻ വേണ്ടിയിട്ട് ആ 4 പേരോട് നമ്മൾ എന്ത് ഡയലോഗാണോ പറഞ്ഞ് അത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താൽ മതി. അപ്പൊ ഇവിടെ 100 പോളിസി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഞാനടക്കമുള്ള ഏജന്റുമാർ മനസ്സിലാക്കേണ്ട കാര്യം, കൂടുതൽ ആളുകളെ കാണുമ്പോൾ കൂടുതൽ പോളിസി കിട്ടും. ഇത് സിമ്പിൾ മാറ്റർ ആണ്. പക്ഷെ ഇപ്പൊ എവിടെയൊക്കെയോ നമുക്ക് ആ ഒരു കഴിവ് അന്യം നിന്ന് പോയിരിക്കുന്നു. പണ്ടൊക്കെ സാറേ ഞാൻ നിറയെ പോളിസി ചേർക്കുമായിരുന്നു, ഇപ്പൊ പഴയ പോലെയൊന്നും എനിക്ക് കിട്ടുന്നില്ല. അത് നമുക്ക് ഷാർപ്പൺ ചെയ്യാം, കുഴപ്പമില്ല. പക്ഷെ ഇന്ന് നമ്മൾക്ക് ഈ ബേസിക്സ് കറക്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് അടുത്ത ലെവലിലേക്ക് ഒരിക്കലും പോകാൻ പറ്റില്ല. നമ്മളെ ബിസിനസ് ഡിമാൻഡ് ചെയ്യുന്ന ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ, ഇത് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അടുത്ത ലെവലിലേക്ക് പോകാൻ പറ്റില്ല. അപ്പൊ രണ്ടാമത്തെ കാര്യം എന്താ? ആദ്യത്തെ കാര്യം ഞാൻ എന്താ പറഞ്ഞ്, വീക്ക്ലി ടാർഗറ്റ് വേണം. വീക്ക്ലി ടാർഗറ്റ് നിങ്ങൾ വെച്ചാൽ ആ ടാർഗറ്റിലേക്ക് 3, 4 പോളിസികൾ എല്ലാ മാസവും എല്ലാ ആഴ്ചയും കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു നമ്പർ ഗെയിമിന് നമ്മൾ തയ്യാറാവണം. ഓക്കെ, അപ്പൊ ഇത് കാണാൻ വേണ്ടി ഈ നമ്പർ ഗെയിം പ്രോസ്പെക്ടിംഗ് ലിസ്റ്റ് എങ്ങനെ ഉണ്ടാക്കുക എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. അതിനുള്ള അവസരം നമുക്ക് ഉണ്ട് ഇവിടെ. ഓക്കെ, ദെൻ
ബിൽഡ് ദ ഡാറ്റാബേസ്. എവിടുന്ന് ആളുകളെ കിട്ടുക? ഇന്ന് ലോകത്ത് ഡാറ്റയ്ക്ക് വേണ്ടിയിട്ടാണ് യുദ്ധം നടക്കുന്നത്, അല്ലേ? ഡാറ്റയ്ക്ക് വേണ്ടി, ഡാറ്റ ചോരാതിരിക്കാൻ. ഇപ്പൊ നോക്കൂ, നമ്മളുടെ കമ്പനി തന്നെ ഡാറ്റ ചോരാതിരിക്കാൻ ഈ അടുത്ത ദിവസങ്ങളിൽ നമ്മളുടെ പോർട്ടലിലും മറ്റു സ്ഥലങ്ങളിലും ഒക്കെ ഭയങ്കരമായിട്ടുള്ള ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ മെർക്കൻ പോർട്ടലിൽ അങ്ങനെ കുറേ കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് ഓൺലൈനിൽ കയറിയിട്ട് ഒരു കസ്റ്റമറുടെ പോളിസി അടയ്ക്കണമെന്നുണ്ടെങ്കിൽ LICയുടെ സൈറ്റിൽ പോയിട്ട് നമ്മൾ ഡയറക്റ്റ് പേ കൊടുത്തു കഴിഞ്ഞാൽ പണ്ട് OTP ഒന്നും ചോദിക്കില്ല. ഇപ്പോൾ കസ്റ്റമറുടെ മൊബൈൽ നമ്പറിലേക്ക് OTP പോയി ആ OTP തിരിച്ചു കിട്ടിയാൽ മാത്രമേ ഓൺലൈൻ പേയ്മെന്റ് വരെ ഏജന്റിന് ചെയ്യാൻ പറ്റുള്ളൂ. അത്രയ്ക്കും ഡാറ്റ സുരക്ഷിതമാക്കാൻ വേണ്ടിയിട്ടാണ്, ഡാറ്റാബേസ് പുറത്തു പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഞാൻ ഇത് പറഞ്ഞു വന്നത് അവിടെയല്ല. നമുക്ക് നമ്പർ ഗെയിം കളിക്കണമെങ്കിൽ എന്തു വേണം? ഡാറ്റാബേസ് ഉണ്ടായിരിക്കണം, അല്ലേ? ഞാൻ സിംപിളി പറയാം. അപ്പൊ ഞാൻ ഈ അടുത്ത കാലത്ത് ഡാറ്റാബേസ് ഉണ്ടാക്കുന്ന ഒരു കാര്യം, ഞാൻ എൻ്റെ നാട്ടിൽ കുറച്ച് ബേക്കറികളുണ്ട്, നല്ല ബേക്കറികൾ. അതായത് കേക്ക് മാത്രം സ്പെഷ്യലൈസ്ഡ് ആയിട്ട് വിൽക്കുന്ന കുറേ ബേക്കറികളുണ്ട്. അതിൽ കുറച്ച് പേര് എൻ്റെ കസ്റ്റമേഴ്സുമാണ്. ഞാൻ അവിടെ ചെന്നിട്ട് ആ ബേക്കറിയുടെ ഓണേഴ്സും ഒക്കെ ആയിട്ട് പറഞ്ഞു, ഇപ്പൊ എനിക്ക് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ വർഷം കുറച്ച് കൂടുതൽ പോളിസികളൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിച്ചപ്പോൾ കുറച്ച് ഡാറ്റാബേസ് ഉണ്ടാക്കണമല്ലോ. മറ്റേ നെറ്റ്വർക്കിംഗ് പ്ലാറ്റ്ഫോമിലൊക്കെ ഉണ്ട്, അതൊക്കെ വേറെ കാര്യം. ആ ഷോപ്പുകളിൽ നിന്ന് ബർത്ത്ഡേക്ക് കേക്ക് ബുക്ക് ചെയ്യുന്ന കംപ്ലീറ്റ് ആളുകളുടെ നമ്പർ ആ ബേക്കറിക്കാർ എനിക്ക് പേരും ഡേറ്റ് ഓഫ് ബർത്തും വാട്സപ്പ് നമ്പറും വെച്ച് അയച്ചു തരുന്നുണ്ട്. നിങ്ങൾ എത്ര പേര് നിങ്ങളുടെ നാട്ടിലെ കേക്ക് വിൽക്കുന്ന ബേക്കറിക്കാരുമായിട്ട് ടൈപ്പ് ആയിട്ടുണ്ട്? ബർത്ത്ഡേ, ഒരു കുട്ടിയുടെ 1ാമത്തെ ബർത്ത്ഡേ, 2ാമത്തെ ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞ് അവിടുത്തെ ആൾക്കാർ നമുക്ക് അയച്ചു തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എത്ര പേര് ഡാറ്റാബേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, വെരി സിമ്പിൾ, വേറെ ഒന്നും വേണ്ട, അവരുമായിട്ട് ഒരു നല്ല കണക്ഷൻ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ നമുക്ക് ഈ സാധനം തരും. എത്ര പേര് വീടിനടുത്തുള്ള അംഗനവാടി ടീച്ചറുമായിട്ട്, ഇല്ല, നാട്ടിലുള്ള സകല പ്രസവങ്ങളുടെയും ഡാറ്റ ഉള്ളത് അവരുടെ കയ്യിലാണ്. ഹോസ്പിറ്റലുകൾ, അതുപോലെ തന്നെ ഡാറ്റാബേസ് ഉണ്ടാക്കാൻ വേണ്ടി കല്യാണ മണ്ഡപം. ഇപ്പൊ നമുക്ക് ജീവൻ സാത്തി പോളിസി വന്നിട്ടുണ്ട്, അല്ലേ? ഏറ്റവും കൂടുതൽ ഡാറ്റാബേസ് കിട്ടാനുള്ള ഏറ്റവും എളുപ്പമാർഗം എന്താ? കല്യാണ മണ്ഡപങ്ങളിൽ കല്യാണം ബുക്ക് ചെയ്യില്ലേ? കാരണം യങ്സ്റ്റേഴ്സിന് എടുക്കാൻ പറ്റുന്ന, കാരണം ആ പോളിസി അങ്ങനെയുള്ള ഒരു സംഗതിയാണ്. ഏറ്റവും ചെറിയ പ്രായക്കാർ എടുക്കുമ്പോഴാണ് നമുക്ക് അതിന് ഏറ്റവും കൂടുതൽ പ്രീമിയം കാര്യങ്ങളൊക്കെ. അപ്പൊ ഡാറ്റാബേസ്, ബിൽഡ് ദ ഡാറ്റാബേസ്. നിങ്ങളുടെ കയ്യിൽ ഡാറ്റാബേസ് ഇല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന, നമ്മൾ ചെയ്യുന്ന പോളിസികളുടെ എണ്ണത്തിലും കുറവുണ്ടാവും. ഇപ്പൊ നോക്കി, ഈ പ്ലാറ്റ്ഫോമിൽ കുറെ പേര് ഹെൽത്ത് ഇൻഷുറൻസ് ചെയ്യുന്നുണ്ട്, അല്ലേ? ഹെൽത്ത് ഇൻഷുറൻസ് ചെയ്യുമ്പോൾ ഒരു ബെനിഫിറ്റ് എന്താ? ആ ഫാമിലിയുടെ ഫുൾ ഡീറ്റെയിൽസ്, ഫ്ലോട്ടർ പോളിസിയാണ് നമ്മൾ വെക്കുന്നതെങ്കിൽ ആ ഫാമിലിയുടെ ഫുൾ ഡീറ്റെയിൽ കിട്ടും. എത്ര പേര് കുട്ടികളുടെ ഡേറ്റ് ഓഫ് ബർത്ത് സോർട്ട് ചെയ്തിട്ട് ഡയറിയിൽ എഴുതി വെച്ചിട്ടുണ്ട്? അച്ഛനും അമ്മേനെയും 2 കുട്ടികളെയും നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് ചേർത്തി, അവർ നമ്മുടെ ലൈഫ് ഇൻഷുറൻസിന്റെ കസ്റ്റമർ ആവണമെന്നൊന്നും നിർബന്ധമില്ല. പക്ഷേ കറക്റ്റ് ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടാവും. ഇപ്പൊ നോക്ക്, നാളെ ജൂൺ മാസം 4-ാം തീയതിയാണ്. എൻ്റെ ഡയറിക്കകത്ത് കുറച്ച് കുട്ടികളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ട്. ഞാൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, നാളെ രാവിലെ എണീറ്റിട്ട് അവർക്ക് ബർത്ത്ഡേ വിഷസ് അയക്കും. എന്നിട്ട് നമ്മൾ അവർക്ക് കുറച്ച് കാറ്റലോഗുകളും ഡിജിറ്റൽ കാര്യങ്ങളൊക്കെ നമ്മൾ അയച്ചു കൊടുക്കും. എനിക്ക് പറയാനുള്ളത്, ഡാറ്റയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്തോണം? കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്തോണം. ഈ ഡാറ്റാബേസ് ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ അടുത്ത് റോ മെറ്റീരിയൽ ഇല്ലാതെ മാനുഫാക്ചറിങ് യൂണിറ്റ് തുടങ്ങിയ അവസ്ഥയാവും. എന്താണ്? റോ മെറ്റീരിയൽ ഇല്ലാതെ നമുക്ക് മാനുഫാക്ചർ ചെയ്യാൻ പറ്റില്ല. നമ്മുടെ മാനുഫാക്ചറിങ്ങിന്റെ കാര്യം എന്താ? നമുക്ക് 100 പോളിസി ചെയ്യണം. ഈ 100 പോളിസി ചെയ്യണമെങ്കിൽ നമുക്ക് റോ മെറ്റീരിയൽ വേണ്ടേ? ഈ റോ മെറ്റീരിയലാണ് ഡാറ്റാബേസ് എന്ന് പറയുന്ന സംഭവം. നിങ്ങളുടെ ഫോണിൽ ഒരുപാട് നമ്പറുകൾ നിങ്ങൾ സേവ് ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ സ്കൂൾ തുറക്കുന്ന സമയമാണ്, ധാരാളം സ്കൂളുകളിലൊക്കെ നമുക്ക് പ്രോഗ്രാം ചെയ്യാം. ഞാൻ പറഞ്ഞ ബേക്കറിയിൽ നിന്ന് നമുക്ക് ഡാറ്റാബേസ് കളക്ട് ചെയ്യാം. കറക്റ്റ് ഡേറ്റ് ഓഫ് ബർത്ത് കിട്ടും, കുട്ടികൾക്ക് പോളിസി വിൽക്കാൻ പറ്റും. അപ്പം അതുകൊണ്ട് എപ്പോഴും നമ്മുടെ കയ്യിൽ ഒരു നല്ല ഡാറ്റാബേസ് നമ്മളിങ്ങനെ നമ്മുടെ പ്രോസ്പെക്ടിങ് ലിസ്റ്റിലെ പൈപ്പ് ലൈനിൽ ഇങ്ങനെ ആഡ് ചെയ്തുകൊണ്ടേയിരിക്കണം. അറ്റ്ലീസ്റ്റ് ഞാൻ പറയാം, ഒരു മാസത്തിൽ 30% മിനിമം നമുക്ക് കൊടുക്കാൻ പറ്റും. 300 ദിവസത്തെ ഇപ്പൊ 300 ദിവസവും നമുക്ക് പ്രസന്റേഷൻ കൊടുക്കാൻ പറ്റില്ല. പക്ഷെ 10 മാസം കൊണ്ട് 300% കൊടുത്താൽ നമുക്ക് 100 പോളിസിയൊക്കെ ചെയ്യാൻ പറ്റും ഇന്നത്തെ കാലത്ത്. അത് നമുക്ക് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് ഡാറ്റ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഭയങ്കരമായിട്ട് നടത്തുക. എത്ര പേരുടെ കയ്യിൽ ഒരു 250 പേരുടെയെങ്കിലും ഡാറ്റ ഉണ്ടാവും? ഡാറ്റയാണ് പലപ്പോഴും നമുക്ക് കാണാൻ ആളില്ല എന്നൊക്കെ പറയുന്നതിന്റെ ഒരു പ്രധാന കാരണം എന്താ? ഈ ബിൽഡ് ദ ഡാറ്റാബേസ് എന്ന് പറയുന്ന ആക്ടിവിറ്റിയിൽ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. ഇനിയെങ്കിലും നിങ്ങളുടെ തൊട്ടടുത്തുള്ള, നിങ്ങൾ കേക്ക് വാങ്ങാൻ പോകുന്ന ബേക്കറി ഇല്ലേ, ആ ബേക്കറിക്കാരനോട് പറയാം, അവിടെ ബർത്ത്ഡേ ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ പിന്നെ നിങ്ങൾ ആ നമ്പറൊക്കെ ഒന്നിങ്ങനെ അയച്ചു തന്നു കഴിഞ്ഞാൽ, ചിലപ്പോൾ എന്തിനാണെന്നൊക്കെ ചോദിക്കും, നമ്മളുള്ള കാര്യം പറയാം. ഞാൻ അങ്ങനെ കുറച്ച് സ്ഥലത്ത് നിന്ന് കളക്ട് ചെയ്തിട്ടുണ്ട്, അത് നമുക്ക് ഈസി ആയിട്ട് നടക്കും. അത് ഞാൻ ന്യൂ ഇയറിനൊക്കെ കസ്റ്റമേഴ്സിന് കേക്കൊക്കെ കൊടുക്കുന്ന ആ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിച്ചിട്ട്, അപ്പൊ അവർക്ക് നമ്മൾ ബിസിനസ് കൊടുക്കും, അവർ നമ്മുടെ കസ്റ്റമേഴ്സ് ആണ്. അങ്ങനെയൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും, അല്ലേ?
നമ്മളോട് പണം വാങ്ങുന്നവരോട് നമ്മളും പണം വാങ്ങുക എന്ന് പറയും. അങ്ങനെ ഒരു കാര്യമുണ്ട്. നമ്മൾ ആർക്കൊക്കെ പണം കൊടുക്കുന്നുണ്ടോ അവർക്കൊക്കെ നമുക്ക് ഡാറ്റ തരാൻ പറ്റും. ഇല്ലേ, പലചരക്കടക്കാരൻ്റെ അടുത്ത് ഡാറ്റ ഉണ്ടാവും, തുണിക്കടക്കാരൻ്റെ അടുത്ത് ഡാറ്റ ഉണ്ടാവും, ബേക്കറിക്കാരൻ്റെ അടുത്ത് ഡാറ്റ ഉണ്ടാവും. നിങ്ങൾ എവിടെയെങ്കിലും ലാബിൽ പരിശോധനയ്ക്ക് പോവുകയാണെങ്കിൽ അവിടെ ഡാറ്റ ഉണ്ടാവും. ലോട്ട് ഓഫ് ഡാറ്റ നമുക്ക് അവൈലബിൾ ആണ്. പക്ഷെ ഈ ഡാറ്റാബേസ് ബിൽഡ് ചെയ്യാനുള്ള ഒരു കഴിവ് നമുക്കില്ല എങ്കിൽ നമുക്ക് പുതിയ പുതിയ പ്രോസ്പെക്ട്സ് ഉണ്ടാവില്ല. ആരെ കാണും, ഗ്രീൻ ചാനൽ ഡേ വരുമ്പോൾ, ഗോവ ട്രിപ്പ് വരുമ്പോൾ നമുക്ക് ആരെ കാണാൻ പറ്റും എന്നുള്ള ഒരു ചിന്തയൊക്കെ ഉണ്ടാവും. അപ്പൊ മൂന്നാമതായിട്ട് നമ്മൾ 100 പോളിസി ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടത് ഡാറ്റാബേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമം നടത്തുക. എവിടെ നിന്നൊക്കെ ആരുടെയൊക്കെ നമുക്ക് കുറെ ഇപ്പൊ നോക്കൂ, വേറൊരു കാര്യം ഞാൻ പറയാം. ഇപ്പൊ നമ്മൾ പത്രത്തിൽ അല്ലേ, നമ്മുടെ അടുത്തൊക്കെ ധാരാളം പുതിയ പുതിയ ഷോപ്പുകളൊക്കെ ഓപ്പൺ ആവും. ഷോപ്പുകളൊക്കെ ഓപ്പൺ ആവുന്ന സമയത്ത് നമുക്ക് നോട്ടീസ് വരും അല്ലേ, പത്രത്തിന്റെ കൂടെയൊക്കെ നമുക്ക് നോട്ടീസ് ഉള്ളിലിട്ട് വരും. ഈ നോട്ടീസ് ഒന്നും വെറുതെ ചുരുട്ടിക്കൂട്ടി കളയല്ലേ, ഇതൊക്കെ നമുക്ക് ഡാറ്റാബേസ് ആണ്. ബിസിനസ്സുകാർക്ക് നമുക്ക് പോളിസി കൊടുക്കുക, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ഡാറ്റാബേസ് ബിൽഡ് ചെയ്യാനുള്ള ഒരു ശ്രമം നമ്മൾ കൃത്യമായിട്ട് നടത്തണം എന്നുള്ളതാണ്. ഇനി എന്താ, ദ ഫാമിലി കോംബോ ഡ്രൈവ്. അപ്പൊ നോക്കൂ, 100 പോളിസി ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 100 ഡിഫറെന്റ് ലൈഫ് കിട്ടണം അല്ലേ. അല്ലെങ്കിൽ 100 പോളിസി നമുക്ക് വേണമെങ്കിൽ പോളിസികളെ നമുക്ക് കോമ്പിനേഷൻ പ്ലാനും കൊടുക്കാം. അതും നമുക്ക് 100 പോളിസി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രമാണ്. പക്ഷെ ഏറ്റവും മികച്ചൊരു തന്ത്രം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാമിലി കോംബോ ഡ്രൈവ്. ഇവിടെ നോക്കൂ, അച്ഛൻ, അമ്മ, 2 കുട്ടികൾ ഇവിടെ ഉണ്ട് അല്ലേ. നമുക്ക് ആ ഫാമിലിനെ ഫുള്ളായിട്ട് പ്രൊട്ടക്ട് ചെയ്യാം. ഫാമിലി ഫുള്ളായിട്ട് പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിൽ നമുക്ക് 4 പേർക്കും പോളിസി കൊടുക്കാം. അത് ഏത് സമ്മഷോട് ഏത് സംഗതി എന്നുള്ളതൊന്നും ചിന്തിക്കേണ്ട. പക്ഷെ തുടക്കകാലത്ത് കുട്ടികൾക്കൊക്കെ പോളിസി കൊടുക്കുമ്പോൾ എന്താ ഗുണം? ഇപ്പൊ നോക്കൂ, ഞാൻ ധാരാളം പോളിസികൾ ബർത്ത്ഡേ ഗിഫ്റ്റ് എന്ന് പറഞ്ഞ് വിറ്റുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ജീവനോത്സവ പോളിസി ഇല്ലേ, അപ്പൊ ആ ജീവനോത്സവ പോളിസി കുട്ടികളുടെ ഡേറ്റ് ഓഫ് ബർത്തിന് വെച്ച്, അതിപ്പോ ഡേറ്റ് ഓഫ് ബർത്തിന് കൊടുത്താലും ബാക്ക് ഡേറ്റ് ചെയ്ത് ഡേറ്റ് ഓഫ് ബർത്തിന് കൊടുത്താലും ഇനി ഫ്ലെക്സി ഓപ്ഷൻ കൊടുത്താലും അവരുടെ ബർത്ത്ഡേക്ക് അവർക്ക് ഒരു ഗിഫ്റ്റ് പോലെ കിട്ടും, മാരേജിന് ഒരു ഗിഫ്റ്റ് പോലെ, ആനിവേഴ്സറിക്ക് ഒരു ഗിഫ്റ്റ് പോലെ കിട്ടും. അപ്പൊ 100 പോളിസി ചെയ്യുന്നതിന്, 100 ഡിഫറെന്റ് ലൈഫുകളെ കണ്ടെത്തുന്നതിന് പകരം 25 ഫാമിലിയിൽ നമ്മൾ 4 പോളിസി വെച്ച് ആ ഫാമിലിക്ക് ടോട്ടൽ പോളിസി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 100 പോളിസി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെയും നമുക്ക് സെഞ്ചുറിയൻ ആവാം. 25 ഫാമിലി എടുക്കുന്നു, അതിൽ അച്ഛൻ, അമ്മ, 2 കുട്ടികൾ ഇൻറ്റു 4. നിങ്ങൾ വേണമെങ്കിൽ ഒരു 100 ഫാമിലിയെ പ്രോസ്പെക്ട് ചെയ്തോളൂ. വെരി സിമ്പിൾ, വി ക്യാൻ അച്ചീവ് സെഞ്ചുറിയൻ ഏജന്റ്. ഇത് നമുക്ക് എത്രയോ ആളുകൾ അങ്ങനെ ചെയ്തിട്ട് സെഞ്ചുറിയൻ ആവുന്നുണ്ട്. പക്ഷെ നമ്മൾ എന്ത് ചെയ്തു, വീട്ടിൽ പോയി കഴിഞ്ഞാൽ വീട്ടിൽ ഒരാൾക്ക് മാത്രം പോളിസി കൊടുക്കും. ബാക്കിയുള്ള ഭീമാ ലക്ഷ്മി ലേഡീസിന് മാത്രമായിട്ടുള്ള പോളിസി ഉണ്ട്, കുട്ടികൾക്ക് നല്ല രീതിയുണ്ട്. അപ്പൊ അത് വലിയ പ്രീമിയം, ഇപ്പൊ എത്ര വലിയ പ്രീമിയം കളക്ട് ചെയ്യുക എന്നുള്ളതൊന്നുമില്ല. ഒരു 10,000 രൂപ പ്രീമിയം മന്ത്ലി അടയ്ക്കാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾ 4ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തോളൂ. പക്ഷേ ചില ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട് ഒരേ പ്ലാനും ടേമും 4-5 സ്പ്ലിറ്റ് ചെയ്യുക. അതിലെന്താ ലോജിക്ക് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ പല വീട്ടിൽ പോകുമ്പോഴും ബോണ്ട് കാണിച്ചു തരുമ്പോൾ ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ ഒരേ പ്ലാൻ തന്നെ ഒരേ ടേമിൽ 4ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ സെഞ്ചുറിയനായിട്ട് കാര്യമില്ല. നിങ്ങളൊരു ഫാമിലിക്ക്, ഫാമിലി കോംബോ ഡ്രൈവ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ 4 പേര്, നിങ്ങളുടെ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിനെ നമുക്ക് ഈസി ആയിട്ട് കണ്ടെത്താൻ പറ്റും. നിലവിലുള്ള കസ്റ്റമേഴ്സിൽ ഇപ്പോൾ ആരെങ്കിലും ഒക്കെ ഒരു പോളിസിയാണ് എടുത്തിട്ടുള്ളതെങ്കിൽ അവരുടെ ബാക്കിയുള്ള 3 പേർക്കും കൂടെ ഇൻഷുറൻസ് കവറേജ് കൊടുക്കാം. കാരണം കുട്ടികളുടെ പേരിലൊക്കെ ഇപ്പോൾ പോളിസി എടുക്കുമ്പോൾ വളരെ പ്രീമിയം കുറവായിരിക്കും, അവർക്ക് നല്ല ഹെൽത്ത് ഉണ്ടാവും, മറ്റു പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവില്ല, അണ്ടർ റൈറ്റിംഗ് റൂൾസ് ഭയങ്കര സിമ്പിൾ ആയിരിക്കും. അപ്പൊ അങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് നമുക്ക് വി ക്യാൻ സെൽ ദ പോളിസി ഈസി ടു ബിക്കം എ സെഞ്ചുറിയൻ. നമുക്ക് സെഞ്ചുറിയനെ എളുപ്പത്തിലാവാൻ പറ്റും. അപ്പൊ എന്താ ഒരു സ്റ്റെപ്പ്, എന്താ ദ ഫാമിലി കോംബോ ഡ്രൈവ് എന്ന് പറയുന്ന ആ ഒരു സംഭവം നമ്മളുടെ മനസ്സിൽ വെക്കുക. ഫാമിലി കോംബോ ഡ്രൈവ് അങ്ങനെയൊക്കെ കേട്ടിട്ടില്ലേ? അപ്പൊ അങ്ങനെ ഒരു മാസത്തിൽ നിങ്ങൾ ഒരു 10 പോളിസി ചെയ്യാൻ നോക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു ഫാമിലിക്ക്, അച്ഛൻ, അമ്മ, 2 കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള ഒരു പ്രസന്റേഷൻ കൊടുത്താൽ ബാക്കി 6 പോളിസിയെ കണ്ടെത്തണ്ടു. ഈ 10 പോളിസി ചെയ്തിട്ട് ഒരു മാസത്തിൽ 10 പോളിസി ചെയ്ത് 10 മാസം കൊണ്ട് 100 പോളിസി ചെയ്യുന്നതിനേക്കാൾ നമുക്ക് ഏതാണോ എളുപ്പം എന്നുണ്ടെങ്കിൽ അത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാവുന്നതേ ഉള്ളൂ. അപ്പൊ ഫാമിലി കോംബോ ഡ്രൈവ് എന്നുള്ള ഒരു ആശയം ഭയങ്കരമായിട്ടുള്ള സംഭവമാണ്. നമുക്ക് ജീവൻ ലക്ഷ്യ ഏത് പോളിസി വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. കുട്ടികൾക്ക് അച്ഛനും, ഭീമാലക്ഷ്മി അമ്മയ്ക്ക് കൊടുക്കാം, അച്ഛന് ഉത്സവ് കൊടുക്കാം, 2 കുട്ടികൾക്ക് വേണമെങ്കിൽ അവരുടെ ബർത്ത്ഡേക്ക്, ഡേറ്റ് ഓഫ് ബർത്ത് തൊട്ട് എല്ലാ ബർത്ത്ഡേക്കും കേക്കിന്റെ ഷോപ്പിൽ നിന്നൊക്കെ നമ്മൾ നമ്പർ കളക്ട് ചെയ്യുമ്പോൾ നമ്മൾ അതാ പറയാം. അപ്പൊ അതൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി വീണ്ടും അങ്ങനെയുള്ള റൈറ്റപ്പ് ഒക്കെ എവിടെ കിട്ടുന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഫാമിലി കോംബോ ഡ്രൈവ് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് 100 പോളിസി ചെയ്യാൻ പറ്റുന്ന അടുത്തൊരു ഓപ്ഷനാണ്. ഇനി യൂസ് ലോ പ്രീമിയം വോളിയം ബിൽഡേഴ്സ് അല്ലെ. ഇപ്പൊ നോക്ക്, നമുക്ക് 100 പോളിസി ചെയ്യാൻ വലിയ പ്രീമിയം കിട്ടണമെന്നൊന്നുമില്ല. ചെറിയ ചെറിയ പ്രീമിയം അടയ്ക്കാൻ പറ്റുന്ന, ഇപ്പൊ ഏതെങ്കിലുമൊക്കെ ഒരു പ്ലാൻ നോക്കൂ. ഞാൻ തമിഴ്നാട് ഒരു ട്രെയിനിങ്ങിന് പോയപ്പോൾ അവിടെ ഞാൻ ഒരു ഏജന്റിനെ കണ്ടു. അയാള് ഒരു വർഷത്തിൽ 10-500 പോളിസി ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ ഒറ്റ പ്ലാനിൽ മാത്രം കോൺസെൻട്രേഷൻ. ജീവൻ ലാബിന്റെ 10-16 പ്ലാൻ ഇല്ലേ ശുഭ മാഡം, ഒരേ ഒരു പ്ലാൻ, ഫാൾ ഇൻ ലവ് വിത്ത് എ പർട്ടിക്കുലർ പ്ലാൻ എന്ന് പറയില്ല, ജീവൻ ലാബിന്റെ 10-16.
16 വർഷത്തെ പോളിസി 10 വർഷം അടയ്ക്കുന്ന ഒറ്റ പ്ലാനിൽ അത്രയും പോളിസികൾ ചെയ്തിരിക്കും. അപ്പൊ നമുക്ക് അവിടെ 2 ലക്ഷം മിനിമം സം അഷ്യൂർഡ് ഉണ്ട്. 10-16 2 ലക്ഷം കൊടുക്കുന്ന സമയത്ത് ചെറിയ പ്രീമിയമോ വരുള്ളൂ. പക്ഷെ ഇപ്പൊ നോക്ക്, ഇത്തരത്തിലുള്ള സെഷൻ ഞാൻ എന്തിനെടുക്കുന്ന, ആത്മവിശ്വാസം നഷ്ടപ്പെട്ട കുറെ ആളുകൾ നമ്മളുടെ ഫീൽഡിലുണ്ട്. ഇത് കുറെ പോളിസികൾ വിൽക്കുന്ന സമയത്ത് നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റും. ഇപ്പൊ ഞാൻ പറയുന്നത് ലോകത്തെ ഐസക് ന്യൂട്ടന്റെ തലയിൽ ആപ്പിൾ വീണ പോലുള്ള മഹത്തായ കാര്യങ്ങളൊന്നും അല്ല. ഇപ്പൊ പലർക്കും ഒരു സംശയം ഉണ്ടാവും, എന്തുകൊണ്ടാണ് ബൈജു സാർ ഇങ്ങനെ ഒരു സെഷൻ എടുക്കണം എന്നുള്ളത്. ഉണ്ടാവും, കാരണം ഞാൻ ഇത്രയ്ക്ക് സിമ്പിൾ ആയിട്ട് ഒരു സെഷൻ ഞാൻ ഇത്രയും അടുത്ത കാലത്ത് ഞാൻ ചെയ്തിട്ടില്ല. എന്റെ യൂട്യൂബ് ചാനലിൽ കിടക്കുന്ന 65 സെഷനിൽ നിങ്ങൾ പോയി നോക്കിക്കോ. പക്ഷെ ഞാൻ കുറച്ചും കൂടി ഹാർഡായിട്ട് അടുത്ത ലെവലിലേക്ക് പോകണം. പലരും പറയാറുണ്ട് ബൈജുവിന്റെ സെഷൻ സാധാരണ ഏജന്റുമാർക്ക് മനസ്സിലാവുന്ന രീതിയിലല്ല എന്നൊക്കെ പറഞ്ഞ് എനിക്ക് വിമർശനങ്ങളൊക്കെ വരാറുണ്ട്. അതെന്തോ നിൽക്കട്ടെ. പക്ഷേ ഇപ്പൊ ഞാൻ പറയാൻ പോകുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ആത്മവിശ്വാസം തിരിച്ചു പിടിക്കാൻ കുറെ നമ്പർ ഓഫ് പോളിസികൾ നമ്മളുടെ കോഡ് നമ്പറിൽ ആക്റ്റീവ് ആകുമ്പോൾ എന്ത് സംഭവിക്കും? ടെസ്റ്റ് ക്രിക്കറ്റ് കളിക്കുന്ന ആളുകളെ കണ്ടിട്ടില്ലേ? വൈഭവ് സൂര്യവംശി 10-700-800 റൺ എടുത്തപ്പോൾ അവൻ ആകെ 10-15 റണ്ണാണ് ഓടിയെടുത്തിരിക്കുന്നത്. ബാക്കി മുഴുവൻ 6ഉം 4ഉം അടിച്ചിരിക്കുന്നത്. നമ്മൾ അങ്ങനെയൊന്നും പറയണ്ട. നമ്മൾ ചെറിയ പ്രീമിയത്തിലായാലും ഇനിയിപ്പോ നിങ്ങൾ 10-16 മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് 100 പോളിസി വിറ്റാലും ദാറ്റ് ഈസ് എ വെരി ഗുഡ് അച്ചീവ്മെന്റ് നൗ ഡേയ്സ്. ഇന്നത്തെ കാലഘട്ടത്തിൽ അതൊരു വലിയ അച്ചീവ്മെന്റ് ആയിട്ട് മാറും. അപ്പൊ അത്തരത്തിലുള്ള പ്ലാനുകൾ യൂസ് ലോ പ്രീമിയം വോളിയം ബിൽഡേഴ്സ്. അപ്പൊ നമുക്ക് വലിയ പോളിസികളൊക്കെ കിട്ടുമ്പോൾ അങ്ങനെയും ചെയ്യാം. പക്ഷെ ഇപ്പൊ ആർക്കെങ്കിലും 100 പോളിസി ചെയ്യാനുള്ള പഴയ പോലെ ഒരു കോൺഫിഡൻസ് തിരിച്ചു പിടിക്കാൻ എന്ത് ചെയ്യുക? ചെറിയ ചെറിയ പോളിസികളിലും കോൺസെൻട്രേറ്റ് ചെയ്തോളൂ, യാതൊരു തെറ്റുമില്ല. അപ്പോൾ അതിനനുസരിച്ചൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? ഏതെങ്കിലും ഒരു പ്ലാനിൽ, ഇപ്പൊ ഉത്സവമാണെന്ന് വിചാരിക്കുക. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഫ്രണ്ട് ഒരു ഏജന്റിനെ കണ്ടിരുന്നു. എൻ്റെ ഓഫീസിൽ എന്നെ കാണാൻ വന്നപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ബൈജു സാറേ, ഞാൻ 15 വർഷത്തെ ഉത്സവമാണ് ഇപ്പൊ കുറെ പോളിസികൾ വിറ്റുകൊണ്ടിരിക്കുന്നത്. 5 ലാഖിന്റെ ഉത്സവം 15 വർഷത്തേക്ക് കൊടുക്കുമ്പോൾ ഏകദേശം ഒരു 3000-4000 രൂപ പ്രീമിയം വരുള്ളൂ. ആളുകൾ അത് എടുക്കാൻ, മന്ത്ലി പ്രീമിയം അത്രേ വരുള്ളൂ, അത് എടുക്കാൻ എല്ലാം റെഡിയാണ്. അവർക്കൊരു പെൻഷൻ പോലെ കിട്ടുമെന്നൊക്കെ പറയും. അപ്പൊ ഏതിലാണോ നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ട് ആയിട്ട് നിൽക്കുന്നത് അത്തരത്തിലുള്ള ഒരു പർട്ടിക്കുലർ, ഞാൻ സാധാരണ പറയുക ഡോൺ ഫാൾ ഇൻ ലവ് വിത്ത് എ പർട്ടിക്കുലർ പ്രോഡക്റ്റ് എന്നൊക്കെ പറയാം. ഞാനിപ്പോ അത് മാറ്റി പറയണം. നിങ്ങൾക്ക് ഏത് പ്ലാനിലാണോ കംഫർട്ടായിട്ട് തോന്നുന്നത്, ഒരു 10 നീഡ് ബേസ് സെല്ലിംഗ് ആളുകൾ അനുസരിച്ച് പ്രോഡക്റ്റ് കൊടുക്കണം എന്നൊക്കെ. പക്ഷെ ഇപ്പോൾ നമുക്കത് തിരിച്ചു പിടിക്കാൻ, നമ്മുടെ പഴയ പ്രതാപം തിരിച്ചു പിടിക്കാനും നമ്മൾ നമ്പർ ഓഫ് പോളിസിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പ്ലാനിൽ നിങ്ങൾ ലവ് ചെയ്തോളൂ, അത് മാത്രം വിറ്റോളൂ. 10-16 ആണെങ്കിൽ അങ്ങനെ. ഇനി ഉത്സവ് 15 വർഷത്തെ 5 ലക്ഷത്തിന്റെ പ്ലാൻ കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ. അമൃതപാലിലാണോ നിങ്ങൾക്ക് വിശ്വാസം എങ്കിൽ ഇനിയിപ്പോ ഭീമാലക്ഷ്മി മാത്രമാണോ, ഇനി ജീവൻ ശാന്തിയാണോ, ഇപ്പൊ പുതിയത് വന്ന സാത്തി ആണെങ്കിൽ അങ്ങനെ. കാരണം ഒരു പോളിസി കൊടുക്കുമ്പോൾ 2 ലൈഫ് കിട്ടും നമുക്ക്. മിനിമം ബിസിനസ്സിലും ക്ലബ് മെമ്പർഷിപ്പിനും ഒക്കെ 2 ലൈഫ് കിട്ടും ഒറ്റ പോളിസി. ജീവൻ ഇപ്പൊ വന്ന ലേറ്റസ്റ്റ് പ്ലാൻ കൊടുക്കുമ്പോൾ. അപ്പൊ ഏതിലാണോ നിങ്ങൾക്ക് താല്പര്യം, അത് വലിയ പ്രീമിയം ആണോ ചെറിയ പ്രീമിയം ആണോ എന്നൊന്നുമില്ല. ആളുകൾക്കും കുറച്ച് കേൾക്കുന്നവർക്ക് ഇപ്പൊ നോക്കൂ, പെർ ഡേ 100 രൂപ അടയ്ക്കാൻ പറഞ്ഞാൽ 3000 രൂപയുടെ ഒരു പോളിസി വരും മാസം. ഒരു വർഷത്തിൽ 36,000 രൂപ കിട്ടും. 100 പോളിസി അങ്ങനെ ചെയ്യുന്ന സമയത്ത് 36 ലക്ഷം പ്രീമിയം വരും. മോശമല്ല. അപ്പൊ ഏതിലാണോ നിങ്ങൾക്ക് കംഫർട്ടായിട്ട് തോന്നുന്നത് അത്തരത്തിലുള്ള പ്ലാനുകൾ ചെയ്യാനുള്ള ഒരു കാര്യങ്ങൾ നമ്മൾ ചെയ്യണം എന്നുള്ളതാണ് 100 പോളിസി ചെയ്യാനുള്ള 300 ഡേയ്സിൽ നമ്മൾ ചെയ്യാനുള്ള അടുത്ത ആക്ടിവിറ്റി. ഇനി വേറൊരു ആക്ടിവിറ്റി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ റൺ മൈൽ സ്റ്റോൺ ഡ്രൈവ്സ്. ഇങ്ങനെ ഒരു വേർഡിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുള്ളവരൊന്ന് യെസ് എന്ന് ടൈപ്പ് ചെയ്ത് ചാറ്റ് ബോക്സിൽ. റൺ മൈൽ സ്റ്റോൺ ഡ്രൈവ്സ്. എന്താ മൈൽ സ്റ്റോൺ ഡ്രൈവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഞാൻ നേരത്തെ നിങ്ങൾക്ക് ഇതേപോലെ ഒരു ഡ്രൈവിനെ കുറിച്ച് പറഞ്ഞിരുന്നു. ആ പോയിന്റ് എന്തായിരുന്നു? കോംബോ ഫാമിലി ഡ്രൈവ് എന്ന് പറഞ്ഞിരുന്നു അല്ലേ? ഇനി മൈൽ സ്റ്റോൺ ഡ്രൈവിൽ നമുക്ക് പോളിസി വെക്കാൻ ഈസിയാണ്. ഇപ്പൊ നോക്കൂ, ആളുകൾ ബേക്കറിയിൽ നിന്ന് കേക്ക് വാങ്ങുന്ന എപ്പോഴാ? ഇമോഷൻസ് അല്ലെ, ഇമോഷണൽ ഫീലിംഗ് ഒക്കെ ഇപ്പൊ സെലിബ്രേറ്റ് ചെയ്യപ്പെടുകയാണ്. ബർത്ത്ഡേ, ആനിവേഴ്സറി, A+ കിട്ടിയാൽ എല്ലാ വിജയങ്ങളും ആഘോഷിക്കപ്പെടുകയാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഡാറ്റാബേസ് നമ്മൾ കളക്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ കുട്ടിയുടെ ബർത്ത്ഡേക്ക്, എല്ലാ ബർത്ത്ഡേക്കും നിങ്ങൾക്ക് ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള ഒരു റിട്ടേൺ കിട്ടും. നിങ്ങളുടെ ആനിവേഴ്സറിക്ക്, എല്ലാ ആനിവേഴ്സറിക്കും നിങ്ങൾക്കൊരു സെക്യൂർഡ് ആയിട്ടുള്ള ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള ഒരു റിട്ടേൺ കിട്ടും. അങ്ങനെ കുട്ടികളുടെ ജനനം, അങ്ങനെയുള്ള ജീവിതത്തിൽ ചില മൈൽ സ്റ്റോണുകൾ വരില്ലേ? ബർത്ത്ഡേ ഒരു മൈൽ സ്റ്റോൺ ആണ്, ആനിവേഴ്സറി ഒരു മൈൽ സ്റ്റോൺ ആണ്. അപ്പൊ അത്തരത്തിലുള്ള സന്തോഷ ദിവസങ്ങളിൽ ചെന്ന ആളുകളോട് പോളിസി സംസാരിക്കാനുള്ള, ഒരു കുട്ടിയുടെ ബർത്ത്ഡേ ആണെന്ന് വിചാരിക്കുക. ഇന്ന് നിങ്ങൾ പോളിസി എടുത്തിട്ട് ഒരു 10 വർഷം അടച്ചു കഴിഞ്ഞാൽ, 10 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ 12ാമത്തെ വർഷം നിങ്ങൾ ആ വെയിറ്റിംഗ് പീരീഡ്, ഉത്സവന്റെ വെയിറ്റിംഗ് പീരീഡും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ചെറിയ കുട്ടിയാണെങ്കിൽ 16 വർഷത്തെ പോളിസി കൊടുക്കാം. പക്ഷെ അതൊക്കെ പോളിസികളിൽ കംപ്ലീറ്റ് ആവാനുള്ള ഏറ്റവും എളുപ്പ മാർഗമാണ്. ഈ മൈൽ സ്റ്റോൺ ഡ്രൈവിൽ മാത്രം ഞാൻ ബർത്ത്ഡേ ഗിഫ്റ്റ് എന്ന് പറയുന്ന പോളിസി കുറേ ഇങ്ങനെ കൊടുക്കലുണ്ട്. അതൊരു മൈൽ സ്റ്റോൺ ഡ്രൈവാ. ആളുകളുടെ വീട്ടിൽ നടക്കുന്ന സന്തോഷമുള്ള ദിവസങ്ങളിൽ നമ്മൾ ചെന്ന സന്തോഷമുള്ള നിമിഷങ്ങളൊക്കെ ഓർമ്മിപ്പിച്ചിട്ടാണ് നമ്മൾ പോളിസി വിൽക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ വി ക്യാൻ ഈസി ടു സെൽ മോർ പോളിസീസ്.
ഈ മൈൽ സ്റ്റോൺ ഡ്രൈവിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കണം. നിങ്ങളുടെ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിന്റെ കുട്ടികളുടെ ബർത്ത്ഡേ എപ്പോഴാണ് വരുന്നത്, നിങ്ങളുടെ കസ്റ്റമേഴ്സിന്റെ ആനിവേഴ്സറി എപ്പോഴാണ് വരുന്നത്, അതൊക്കെ അവർ സ്റ്റാറ്റസ് വെച്ചിട്ടുണ്ടാവും. ഇന്ന് എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയാൻ ഈസിയാണ് അല്ലേ? അപ്പൊ ആ സമയത്തൊക്കെ നമ്മൾ എന്തെങ്കിലും നമ്മുടെ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ നമ്മുടെ രമേശൻ സാർ എപ്പോഴും പറയുന്ന ഒരു കുട്ടിയുടെ ബർത്ത്ഡേ കണ്ടു കഴിഞ്ഞാൽ വിഷ് ചെയ്യും, അത് കഴിഞ്ഞിട്ടൊരു വോയിസ് മെസ്സേജ് ഇടുന്നൊക്കെ അദ്ദേഹം എപ്പോഴും പറയാറുണ്ട്. അപ്പൊ അത് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് പോളിസി കിട്ടും. സന്തോഷമുള്ള സാഹചര്യങ്ങളിൽ ആളുകൾ പെട്ടെന്ന് ഡിസിഷൻ എടുക്കുന്ന പറയാം. ഇപ്പൊ മൈൽ സ്റ്റോൺ ഡ്രൈവിൽ നമ്മൾ പോളിസി വെക്കാനുള്ള ഒരു ശ്രമം എപ്പോഴും നടത്തിക്കോളും. ബർത്ത്ഡേ ദിവസം, ആനിവേഴ്സറി ദിവസം, ഇല്ലേ? ഇപ്പൊ ഒരാള് സർവീസിൽ നിന്ന് റിട്ടയർ ആവുന്ന, ഇപ്പൊ ഞാൻ ലീഗൽ മെട്രോളജി ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്ത ഒരാളാണ്. എന്റെ കുറച്ച് ഫ്രണ്ട്സ് റിട്ടയർ ആയപ്പോൾ എനിക്ക് ചെറിയ ചെറിയ ഒരു 5 ലക്ഷം ജീവൻ ഉത്സവിൽ സിംഗിൾ പ്രീമിയം, അതുപോലെ ഒരു 5 ലക്ഷം ശാന്തിയിൽ അങ്ങനെയൊക്കെ കിട്ടുന്നത് എത്രയോ ചെറിയ പ്ലാൻ ആയിക്കോട്ടെ. പക്ഷെ മൈൽ സ്റ്റോൺ ഡ്രൈവിൽ നമ്മൾ പോളിസി വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ആ പോളിസി ക്ലോസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രധാന കാര്യം. അതുകൊണ്ട് ബർത്ത്ഡേ ഒക്കെ നിങ്ങൾ എപ്പോഴും ഓർത്ത് വെക്കുക, അവരെ വിഷ് ചെയ്യുക, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, ബർത്ത്ഡേ വിഷ് ചെയ്യാനുള്ള പോസ്റ്റേഴ്സ് ഉണ്ടാക്കുക, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്ത് കാര്യങ്ങളൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്കൊരു പോളിസി എടുക്കാനുള്ള ആഗ്രഹമുണ്ട്. അപ്പൊ റൺ മൈൽ സ്റ്റോൺ ഡ്രൈവ്സ് എന്ന് പറയുന്നത് പോളിസി വെക്കാനുള്ള ഈസി ആയിട്ടുള്ള ഒരു മാർഗമാണ്. ഇനി അടുത്തത് എന്താ? ലിവറേജ് വാട്സപ്പ് ആൻഡ് ഡിജിറ്റൽ കാറ്റലോഗിങ്. ലിവറേജ് വാട്സപ്പ് ആൻഡ് ഡിജിറ്റൽ കാറ്റലോഗിങ്, അല്ലേ? എനിക്കറിയില്ല ഇവിടെ എത്ര പേര് ബിസിനസ് വാട്സപ്പ് ഉപയോഗിക്കുന്നുണ്ടെന്ന്. കുറെ പേര് ബിസിനസ് വാട്സപ്പ് ഉപയോഗിക്കുന്നുണ്ടാവും. ഇപ്പൊ നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ, അപ്പൊ എൻ്റെ നമ്പർ ഞാൻ ഇവിടെ എൻ്റെ ഫോട്ടോ, ഞാൻ സംസാരിക്കുമ്പോൾ എൻ്റെ വീഡിയോ ഫോട്ടോ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. എൻ്റെ വാട്സപ്പിൽ നിങ്ങൾ കയറി കഴിഞ്ഞാൽ ഇവിടെ ബൈജു MS 9544035001 എന്നുള്ളതാണ് എൻ്റെ നമ്പർ. ആ വാട്സപ്പിൽ ഞാൻ കുറേ കാറ്റലോഗുകൾ ഇട്ടിട്ടുണ്ട്. ബർത്ത്ഡേ ഗിഫ്റ്റ്, അങ്ങനെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റൈറ്റപ്പ് ഒക്കെ വെച്ചിട്ട് ധാരാളം കാറ്റലോഗുകൾ ഞാൻ അതിനകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പൊ എൻ്റെ വാട്സപ്പ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അതിനകത്ത് കസ്റ്റമേഴ്സിന് ഞാൻ എന്തൊക്കെ ചെയ്യുന്നു, എന്തൊക്കെയാണ് എൻ്റെ ആക്ടിവിറ്റി. അപ്പൊ നമ്മൾ പോളിസിയെ കുറിച്ചൊന്നും അതിനകത്ത് കാര്യമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. എല്ലാം കസ്റ്റമറെ, നമ്മൾ എപ്പോഴും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റേഴ്സ് ഷെയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പോളിസികളുടെ കാര്യങ്ങൾ നമുക്ക് ഷെയർ ചെയ്യാം, ആളുകളെ എഡ്യൂക്കേറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കണം. അവർക്കത് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് എന്തെങ്കിലും ഉണ്ട് എന്നുള്ളൊരു സംഗതി അവർക്ക് മനസ്സിലാവണം. അപ്പൊ നിങ്ങൾ സ്ഥിരമായിട്ട് വാട്സപ്പിൽ സ്റ്റാറ്റസ് വെക്കുക, എഡ്യൂക്കേറ്റ് ചെയ്യുന്ന രീതിയിൽ സ്റ്റാറ്റസ്. ഇപ്പൊ നോക്കുക, എൻ്റെ വാട്സപ്പിലൊക്കെ നിങ്ങൾ ഇന്നൊരു സ്റ്റാറ്റസ് കണ്ടിട്ടുണ്ടാവും. ആരൊക്കെ അത് നോക്കിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. സ്റ്റാറ്റസിൽ ഞാൻ ഇന്ന് വെച്ച 1-2 സ്റ്റാറ്റസ് ഞാൻ വായിക്കാം കേട്ടോ. അപ്പൊ നിങ്ങൾ നോക്കണം. അതിനകത്ത് ഒന്ന് വെച്ചിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻഷുറൻസ് ആൻഡ് ഫിനാൻഷ്യൽ പ്ലാനിങ് അവഗണിക്കുന്നത് തെറ്റാണ്. ഒരു അപ്രതീക്ഷിത സംഭവം വർഷങ്ങളുടെ സമ്പാദ്യം ഇല്ലാതാക്കാം, സംരക്ഷണമില്ലാതെ സമ്പത്ത് നിലനിൽക്കില്ല എന്നാണ്. അത് നമുക്കൊരു സ്റ്റാറ്റസ് പോലെ അങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ ഹെൽത്ത് ഇൻഷുറൻസിന്റെ ഒരു സ്റ്റാറ്റസ് ഞാൻ വെച്ചിട്ട്, ഒരു പ്ലാൻ എടുക്കണമെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഹെൽത്ത് ഇൻഷുറൻസ് വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഭൂരിപക്ഷം മലയാളികളും. ഇങ്ങനെ കുറേ സംഗതികൾ, ഒരു ഇതിന്റെ എന്താ പറയാ, ഒരു വീഡിയോ വെച്ചിട്ടുണ്ട്, റിട്ടയർമെന്റ് പ്ലാനിങ്ങിന്റെ ഒരു വീഡിയോ വെച്ചിട്ടുണ്ട്. അങ്ങനെ കുറേ സ്റ്റാറ്റസുകൾ നമ്മൾ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. ആളുകളെ എഡ്യൂക്കേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള സ്റ്റാറ്റസും കാറ്റലോഗുകളും നിങ്ങൾക്ക് വാട്സപ്പിൽ നിന്ന് എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇൻസ്റ്റാഗ്രാമോ യൂട്യൂബ് ചാനലോ ഒന്നും വേണമെന്ന് പറയില്ല. വാട്സപ്പ് വളരെ വൈസായിട്ട് ഉപയോഗിക്കാം, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട്, വളരെ വൈസായിട്ട്. നമ്മുടെ ശ്രീഹരി അതിൻ്റെ പുറത്ത് ഒരു അനൗൺസ്മെന്റ്, ഒരു സെഷൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. വളരെ കുറഞ്ഞ ഒരു ഇതിൽ നിങ്ങൾക്ക് ആ സെഷൻ ഞങ്ങൾ തരാൻ റെഡി ഉണ്ട്. അപ്പോൾ വാട്സപ്പ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഉപയോഗിക്കുക, അത് നമുക്ക് ലിവറേജ് ചെയ്യും. ഇനി ആർക്കെങ്കിലും ഞാൻ എൻ്റെ വാട്സപ്പ് എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത്, എൻ്റെ നമ്പർ ഇവിടെ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ. എല്ലാവരുടെ അടുത്തും, ഭൂരിഭാഗം ആൾക്കാരുടെ അടുത്ത് എൻ്റെ നമ്പർ ഉണ്ടാകും. എന്നിട്ട് നിങ്ങൾ ആ കാറ്റലോഗ് മുഴുവൻ വായിച്ചു നോക്കൂ. ഇനി നിങ്ങൾക്ക് കസ്റ്റമറോട് സംസാരിക്കാനുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേ ഡയലോഗ് ഞാൻ അതിനകത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ 100 പോളിസി ചെയ്യാൻ ശ്രമിക്കുന്ന ആളുകൾ ദിവസവും ഒരു 2-3 സ്റ്റാറ്റസ് എങ്കിലും നിങ്ങൾ വെച്ചിരിക്കണം. നിങ്ങളുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളിലും മറ്റു കാര്യങ്ങളിലും ഒക്കെ നിങ്ങൾ ഡിജിറ്റൽ കാറ്റലോഗുകളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടാവണം. എങ്കിൽ മാത്രമേ ആളുകൾക്ക് നമ്മൾ സ്ഥിരമായിട്ട് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഉണ്ട് എന്ന് അറിയുള്ളൂ. അല്ലെങ്കിൽ അവർ ചോദിക്കും, നിങ്ങൾ ഇപ്പോഴും LIC ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു ചിന്ത. കാരണം വിസിബിലിറ്റി ഇൻ ദ മാർക്കറ്റിൽ വിസിബിൾ ആവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്ക് കൂടുതൽ നമ്പർ ഓഫ് പോളിസി ചെയ്യണോ, നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഏരിയയിൽ നിങ്ങളുടെ ഒരു വിസിബിലിറ്റി, അവിടെ എന്തെങ്കിലുമൊക്കെ ഒരു വിസിബിലിറ്റി ഉണ്ടാക്കണം. ഇപ്പൊ നോക്കൂ, ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു വിസിബിലിറ്റി ഉണ്ടാക്കാൻ ഈ വരുന്ന ജൂൺ മാസം 13-ാം തീയതി ബൈജൂസ് കെയറിന്റെ ആദരം 2026 എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ചെയ്യാൻ പോവാ. എൻ്റെ പഞ്ചായത്തിൽ
SLCക്കും +2നും കംപ്ലീറ്റ് A+ഉം 9 A+ഉം അതുപോലെ CBSEക്ക് 90% മാർക്കും കിട്ടി എൻ്റെ കസ്റ്റമേഴ്സിന്റെ മക്കൾക്കും പഞ്ചായത്തിലുള്ള ടോട്ടൽ ആളുകളുടെ മക്കൾക്കും നമ്മളൊരു അവാർഡ് കൊടുത്ത് ഒരു കരിയർ ഗൈഡൻസ് ക്ലാസ് ഒക്കെ സംഘടിപ്പിക്കാൻ പോവാണ്. അത് ഉദ്ഘാടനം ചെയ്യുന്നത് എൻ്റെ കയ്യിൽ നിന്ന് ഏറ്റവും വലിയ പോളിസി വാങ്ങിയ ഒരാൾ തന്നെയാണ്. അതിൽ ക്ലാസ് എടുക്കാൻ വരുന്നത് എൻ്റെ ഒരു കസ്റ്റമറാണ്. വിസിബിലിറ്റി ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം അത് നമുക്ക് ലിവറേജ് തരും. അപ്പൊ നമ്മൾ ഇനിയിപ്പോ നിങ്ങൾക്ക് അങ്ങനെയുള്ള വലിയ പ്രോഗ്രാം ഒന്നും സംഘടിപ്പിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും നിങ്ങളുടെ കസ്റ്റമേഴ്സിന്റെ മക്കളിൽ ആരെങ്കിലും ഈ ഉന്നത വിജയം നേടിയിട്ടുണ്ടെങ്കിൽ ഒരു ട്രോഫിയൊക്കെ വീട്ടിലെങ്കിലും കൊണ്ടുകൊടുത്ത് ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നിങ്ങൾ സ്റ്റാറ്റസ് വയ്ക്കും. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഒരു പൈസയും കൊടുക്കണ്ട നമുക്ക് മാർക്കറ്റിംഗ് ചെയ്യാൻ. സോഷ്യൽ മീഡിയ വളരെ ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. ഇതാ വാട്സപ്പ് പ്രീമിയം ആവാൻ പോകണമെന്നൊക്കെ പറയുന്നത് കേൾക്കുന്നു. വാട്സപ്പിന്റെ പുതിയ ലേറ്റസ്റ്റ് അപ്ഡേഷനിൽ ചിലപ്പോൾ നമ്മൾ മാസം മാസം പൈസ കൊടുക്കേണ്ടി വരും. ഇത്ര കാലം നമ്മൾ ഫ്രീ ആയിട്ട് ഉപയോഗിച്ചതല്ലേ. അപ്പൊ അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. മെറ്റാ വെരിഫൈഡ് ഉണ്ടാവും. അപ്പൊ എന്റെ വാട്സപ്പ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു നീല ടിക്ക് കാണാൻ പറ്റും. ആ നീല ടിക്കിന് ഞാൻ ഒരു മാസം 1299 രൂപ മെറ്റാ വെരിഫൈഡ് ആക്കിയിട്ട് അതിന് അവർ ഒരുപാട് ഫെസിലിറ്റി തരുന്നുണ്ട്. എൻ്റെ പ്രോഡക്റ്റും സർവീസും മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഫെസിലിറ്റി സോഷ്യൽ മീഡിയ എനിക്ക് തരുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ ഉപയോഗിച്ചോണം. നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യാൻ പറ്റുന്ന ധാരാളം പോസ്റ്റേഴ്സ്, ഇപ്പൊ ഗ്രോമാക്സിലൊക്കെ ഞാൻ 100 കണക്കിന് പോസ്റ്റേഴ്സ് ഷെയർ ചെയ്തിട്ടുണ്ട് ഗ്രോമാക്സ് ക്ലബ്ബിൽ. അപ്പൊ അതേപോലെ നിങ്ങൾ സോഷ്യൽ മീഡിയ ലിവറേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുക. കാറ്റലോഗിങ് സംവിധാനം ഉപയോഗിക്കുക. അതെങ്ങനെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് നിങ്ങൾ എൻ്റെ വാട്സപ്പിൽ ചെന്ന് നോക്കിക്കോളൂ. ഞാൻ സംസാരിക്കുന്ന എൻ്റെ ഫോട്ടോ പേരിന്റെ തൊട്ട് താഴെ തന്നെ എൻ്റെ മൊബൈൽ നമ്പർ എഴുതിയിട്ടുണ്ട്. സൗജന്യമായിട്ട് നിങ്ങൾക്ക് ആ കാറ്റലോഗുകളൊക്കെ വായിച്ച ആളുകളോട് സംസാരിക്കാൻ പറ്റുന്ന സംഗതികൾ അതിനകത്ത് ചെയ്തു വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി റെഫറൻസ് ഹാർവെസ്റ്റിംഗ്, റെക്കമെൻഡേഷൻ ഹാർവെസ്റ്റിംഗ്. നമുക്ക് 100 പോളിസി ആവാൻ വേണ്ടിയിട്ടുള്ള ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഈ റെഫറൻസ് ഹാർവെസ്റ്റിംഗ് ഓർ റെക്കമെൻഡേഷൻ ഹാർവെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അതായത് നമ്മളുടെ കയ്യിൽ നിന്ന് പോളിസി വാങ്ങിച്ച ഒരാളോട് പോലും നമ്മൾ റെഫറൻസ് ചോദിക്കാതിരിക്കരുത്. പല ഏജന്റുമാർക്കും റെഫറൻസ് ചോദിക്കാൻ മടിയാണ്. നമ്മുടെ കയ്യിൽ നിന്ന് ധാരാളം ആളുകൾ പോളിസി എടുത്തിട്ടുണ്ടാവും. പെൻഷൻ പ്ലാനും കുട്ടികളുടെ എഡ്യൂക്കേഷനും ഫാമിലി പ്രൊട്ടക്ഷനും ഒക്കെ നമ്മൾ വിറ്റിട്ടുണ്ട്. അപ്പൊ അവരോട് എന്ത് ചോദിക്കണം? നിങ്ങളെപ്പോലെ ഫാമിലി പ്രൊട്ടക്ഷൻ വേണമെന്ന് ആഗ്രഹിക്കുന്ന നിങ്ങൾ 2-3 പേരെ, നിങ്ങളുടെ ഒരു നെയ്ബറെ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കൂട്ടുകാരനെ, അല്ലെ നിങ്ങളുടെ ഒരു ഫ്രണ്ടിനെ എനിക്ക് കാണിച്ചു തരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് റെഫറൻസ് ഹാർവെസ്റ്റിംഗ് നടത്തലും നമുക്ക് 100 പോളിസി ചെയ്യാനുള്ള ഏറ്റവും എളുപ്പ മാർഗമാണ്. അപ്പൊ എല്ലാവരോടും റെഫറൻസ് ചോദിക്കും. അപ്പൊ നമ്മൾ കുറെ പോളിസികൾ വിറ്റിട്ട് അപ്പൊ നോക്കൂ, ഞാൻ നേരത്തെ പറയട്ടെ, ചോദിച്ചാൽ കിട്ടാനുള്ള സാധ്യത 50%, കിട്ടാതിരിക്കാനുള്ള സാധ്യത 50%. നമ്മൾ ചോദിക്കാതിരുന്നാൽ 100% കിട്ടില്ല. അറിഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു അവസരത്തെ കളയരുത് എന്ന് ഞാൻ പറയാം. സോ റെഫറൻസ് ഹാർവെസ്റ്റിംഗ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. നമ്മൾ ഒരാൾ പോളിസി വിറ്റ് അവർക്ക് ബോണ്ട് വന്നു, നമ്മൾ അവിടെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ ബോണ്ടൊക്കെ നോക്കി നോമിനേഷനും കറക്റ്റ് സ്പെല്ലിങ്ങും കാര്യങ്ങളൊക്കെ അല്ലേ നോക്കിയതിന് ശേഷം നമ്മൾ എന്ത് പറഞ്ഞോണം? നിങ്ങൾ ഇതുപോലെ ചേർന്ന പോലെ നമ്മൾ പിന്നെ ഓരോ പോളിസി കൊടുക്കുമ്പോൾ ഈ പോളിസി ആയിട്ട് വിൽക്കരുത്. അതൊക്കെ നമുക്ക് പറയാം. നമുക്ക് ഇതിന്റെ അടുത്ത ലെവൽ എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട്. നിങ്ങൾക്ക് വളരെ ലിബറൽ ആയിട്ട് നിങ്ങൾക്ക് പറ്റുന്ന ഒരു കാര്യമുണ്ട്. എങ്ങനെയാണ് അടുത്ത 300 ദിവസത്തേക്ക് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളതൊക്കെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ റെഫറൻസ് ഹാർവെസ്റ്റിംഗ് വൺ ഓഫ് ദ ബെസ്റ്റ് സംഗതി. നിങ്ങൾ ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ നിങ്ങൾക്ക് റെഫറൻസ് ചോദിക്കാൻ പറ്റുന്ന, റെക്കമെൻഡേഷൻ ചോദിക്കാൻ പറ്റുന്ന ആളുകളുടെ ഒരു ലിസ്റ്റൊക്കെ തയ്യാറാക്കി അതിന്റെ പുറകെ പോവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. 100 പോളിസി മിഷൻ 300 ഡേയ്സിൽ ഞാൻ ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ പറയുന്ന 2 കാര്യങ്ങൾ എന്ന് പറയുന്നത് ഈ പറയുന്ന ലിവറേജ്, വാട്സപ്പ് മാർക്കറ്റിംഗ് ആൻഡ് കാറ്റലോഗിങ്, അതുപോലെ റെഫറൻസ് ഹാർവെസ്റ്റിംഗ്. റെഫറൻസ് നന്നായിട്ട് ചോദിക്കുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ദെൻ പാർട്ടിസിപ്പേറ്റ് ഇൻ കോമ്പറ്റീഷൻസ്. എന്താണ്? ഇപ്പൊ നമുക്കറിയാം, നമ്മളുടെ കോർപ്പറേഷൻ, നമ്മൾ വർക്ക് ചെയ്യുന്ന കമ്പനി, നമുക്ക് ധാരാളം കോമ്പറ്റീഷൻസ് എവറി ഡേ. ഒരു പോളിസി നിങ്ങൾ കൊണ്ടുകൊടുത്താൽ ഒന്നും തരാത്ത ഒരു ദിവസം LICയിൽ ഇല്ല. അപ്പോൾ നമുക്ക് ഈ 300 ദിവസത്തിൽ നമ്മൾ മിഷൻ 300 ഡേയ്സിൽ നമ്മളിപ്പോൾ ഒരു വണ്ടി കുറെ കിലോമീറ്റർ ഓടിക്കണമെങ്കിൽ നമ്മൾ പെട്രോൾ ഒഴിക്കണം, ഒരു ഫ്യുവൽ അതിന് വേണം അല്ലേ? നമ്മൾ ഈ 100 പോളിസികളിലേക്ക് എത്തിക്കാനുള്ള ഒരു ഫ്യുവലാണ് LIC നടത്തുന്ന കോമ്പറ്റീഷൻസും ഡേയ്സും ഒക്കെ. അപ്പൊ കോമ്പറ്റീഷൻസിന്റെ ക്വാളിറ്റി, ഇപ്പൊ കോമ്പറ്റീഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ട് നമ്മളുടെ ബിസിനസിന്റെ ക്വാളിറ്റി നഷ്ടപ്പെടാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്തോണം? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ദിവസവും നമ്മൾ പ്രോസ്പെക്ടിങ് നടത്തുകയാണെങ്കിൽ നമുക്ക് ഓരോ കോമ്പറ്റീഷന് വേണ്ടി മാത്രമായിട്ട് വർക്ക് ചെയ്യേണ്ടി വരില്ല. നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക് നമ്മൾ ആ കോമ്പറ്റീഷൻസിന്റെ പാർട്ടായി മാറും. നേരെ മറിച്ച് കോമ്പറ്റീഷൻസിന് വേണ്ടി മാത്രം വർക്ക് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ചിലപ്പോൾ നമ്മളുടെ ബിസിനസിന്റെ ക്വാളിറ്റി കുറച്ച് കുറയാൻ സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, എപ്പോഴും ഞാൻ പറയുന്ന പോലെ വർക്കിന്റെ പ്രോസ്പെക്ടിങ് മെത്തേഡിൽ ബ്രഷ് ആൻഡ് ടീത്ത് മെത്തേഡ് ഉപയോഗിക്കുക. ദിവസം എന്താ ബ്രഷ് ആൻഡ് ടീത്ത് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്നും പറയുന്നതാ. നമ്മളുടെ
പല്ലും ബ്രഷും തമ്മിൽ എല്ലാ ദിവസവും രാവിലെ കണ്ടുമുട്ടില്ലേ? 15 ദിവസം കൂടുമ്പോഴല്ലല്ലോ നമ്മൾ പല്ല് തേക്കുക, അല്ലേ? അപ്പോൾ ബ്രഷ് ആൻഡ് ടീത്ത് മെത്തേഡ് പോലെ നിങ്ങൾ പ്രോസ്പെക്ടിങ് നടത്തുകയാണെങ്കിൽ നമുക്ക് കോമ്പറ്റീഷൻസ് വളരെ ക്വാളിറ്റി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? പാർട്ടിസിപ്പേറ്റ് ഇൻ ഈച്ച് ആൻഡ് എവറി കോമ്പറ്റീഷൻസ്. ഓരോ ബ്രാഞ്ച് നടത്തും, ഡിവിഷൻ നടത്തും. ഇപ്പൊ നോക്ക്, നമുക്ക് ഇപ്പൊ ഈ മാസം വന്നിരിക്കുന്ന ഒരു ബെസ്റ്റ് കോമ്പറ്റീഷനാണ് ഗോവ ട്രിപ്പ്, അല്ലേ? 9 പോളിസി കൊടുത്തു കഴിഞ്ഞാൽ അതുപോലെ തന്നെ 20 ലക്ഷം പ്രീമിയം, 4 ലക്ഷം നോൺ സിംഗിൾ പ്രീമിയം, 8 ലക്ഷം നോൺ സിംഗിൾ പ്രീമിയം കൊടുത്തു കഴിഞ്ഞാൽ സ്പൗസിനും കൂട്ടിക്കൊണ്ടുപോകാം, 40 ലക്ഷം പ്രീമിയം കൊടുത്തു കഴിഞ്ഞാൽ ഭാര്യയും ഭർത്താവിനും പോവാം എന്നൊക്കെ പറഞ്ഞ് ഈ മാസം 1-ാം തീയതി തൊട്ട് 30-ാം തീയതി വരെ ഒരു ഗോവ കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്. അപ്പൊ അതിന് ആ ഗോവ കോമ്പറ്റീഷൻ ഒരു ചെറിയ ഫ്യൂവൽ എന്നുള്ള രീതിയിൽ സോണൽ ഓഫീസിൽ നിന്ന് വീണ്ടും ഒരു കോമ്പറ്റീഷൻ വന്നിട്ടുണ്ട്. ഈ മാസം 5-ാം തീയതി ഒരു പോളിസി കൊടുത്തു കഴിഞ്ഞാൽ ഒരു ലഞ്ച് ബോക്സ് കിട്ടും, മാക്സിമം 3 ലഞ്ച് ബോക്സ് കിട്ടും, കൊട, അങ്ങനെ ധാരാളം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു മോട്ടിവേഷനും നമുക്കൊരു ആ ഒരു ടെമ്പോ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എല്ലാ കോമ്പറ്റീഷൻസിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഇത് നമ്മളെ മുന്നോട്ട് നയിക്കുന്നതിനുള്ള ഒരു പ്രധാന ഘടകമാണ് പാർട്ടിസിപ്പേറ്റ് ഇൻ കോമ്പറ്റീഷൻ. സാധാരണ ഞാൻ ഇങ്ങനെയൊന്നും പറയാറില്ല, പക്ഷെ നമുക്ക് നമ്മളുടെ ആത്മവിശ്വാസവും മറ്റു കാര്യങ്ങളൊക്കെ തിരിച്ചു പിടിക്കാൻ നല്ല കോമ്പറ്റീഷൻ. വിശാഖപട്ടണം ട്രിപ്പ് ഉണ്ട്, കുറെ കാര്യങ്ങൾ, കുറെ ഇപ്പൊ നിറയെ ട്രിപ്പുകളാ, അല്ലേ? ചിലപ്പോൾ പൈസ കിട്ടും, 4000 രൂപ പോക്കറ്റ് മണി കൊടുക്കുന്നുണ്ട്. ഭാര്യനെയും കൂട്ടി പോവുകയാണെങ്കിൽ എബ്രഹാം സാറെ പിന്നെ 7000 രൂപ പിന്നെ പ്രൈസ് മണി കൊടുക്കുന്നുണ്ട്, അല്ലേ? അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കോമ്പറ്റീഷൻസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് നമുക്ക് ഈ 300 ഡേയ്സിനകത്ത് നിറയെ പോളിസി ചെയ്യുമ്പോൾ സമ്മാനങ്ങളുടെ ഒരു പെരുമഴ, കമ്മീഷന് പുറമെ അതൊക്കെ നമുക്ക് കിട്ടും. അതുകൊണ്ട് ഈ കോമ്പറ്റീഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് 100 പോളിസി ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി അടുത്ത എന്താ, നമ്മൾ പ്രത്യേകിച്ച് അല്ലേ നോൺ മെഡിക്കൽ ആൻഡ് യങ് പ്രൊഫഷണൽസ് ഇവരൊക്കെ പോളിസി കൊടുക്കുമ്പോൾ ഒരു ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മെഡിക്കൽ ഒന്നും ചെയ്യണ്ട, അല്ലേ? കുറെ മെഡിക്കൽ നോംസിലൊക്കെ കുറെ കാര്യങ്ങൾ റിലാക്സേഷൻ ഉണ്ട്. നമ്മൾ പ്രോസ്പെക്ടിങ് മെത്തേഡിൽ ഈ ഇത്തരത്തിലുള്ള ആളുകൾക്ക് 5 വർഷത്തെ പോളിസി, ഇപ്പൊ നോക്കൂ, ഞാൻ ഇൻഡെക്സ് പ്ലസ് എന്ന് പറയുന്ന ഒരു പ്ലാൻ ഉണ്ട് നമുക്ക്, അല്ലെ? മാർക്കറ്റ് ലിങ്ക്ഡ് ആണ്. അപ്പൊ അവിടെ നമ്മൾ പോസ്റ്റ് ഓഫീസ് ആർ ഡി പോലെ നമ്മൾ അത് വെക്കുന്നുണ്ട്. 5 വർഷം അടച്ചാൽ മതി. പോസ്റ്റ് ഓഫീസ് ആർ ഡി ചേരുന്നതിനേക്കാൾ നല്ലതൊരു ഇൻഡെക്സ് പ്ലസ് പോളിസി എടുക്കുന്നതാണ്. കാരണം പോസ്റ്റ് ഓഫീസ് ആർ ഡിയിൽ എന്തില്ല? ഇൻഷുറൻസ് കവറേജ് ഇല്ല. ഇൻഡെക്സ് പ്ലസ് 5 വർഷത്തേക്ക് ചേർത്ത് 5 വർഷം കഴിഞ്ഞ് സറണ്ടർ ചെയ്യണമെങ്കിൽ ഫുൾ എമൗണ്ട് കിട്ടും. നമുക്ക് 5 വർഷത്തെ ഒരു പ്ലാൻ ആയിട്ട് ജസ്റ്റ് ലൈക്ക് പോസ്റ്റ് ഓഫീസ് ആർ ഡി പോലെ വെക്കാൻ പറ്റും ഇൻഡെക്സ് പ്ലസ്. ഇനി ഒരു 25 വർഷം ടേം എഴുതി കൊടുത്തിട്ട് 5-ാമത്തെ കൊല്ലം സറണ്ടർ ചെയ്താലും നഷ്ടമൊന്നുമില്ല. അവർക്ക് എത്രയാണോ പ്രീമിയം, ഇയർലി പ്രീമിയം അടയ്ക്കുന്ന അതിന്റെ 10 ടൈംസ് കവറേജും കിട്ടും, അല്ലേ? സറണ്ടർ ചെയ്യുന്ന സമയത്ത് എന്തായാലും ഒരു 5 വർഷം കഴിഞ്ഞ് സറണ്ടർ ചെയ്താലും ഒരു 12%. ഞാൻ പണ്ട് അതുപോലെ ഒരു പോസ്റ്റ് ഓഫീസ് ആർ ഡി എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ ഒരു ന്യൂ എൻഡോമെന്റ് പ്ലസ് എന്ന് പറഞ്ഞൊരു പ്ലാൻ ചേർന്നിരുന്നു. 3000 രൂപ വെച്ചിട്ട് മാസം 5 വർഷം അടച്ചു, ഏകദേശം 60,000 വെച്ച് 1,80,000 ഞാൻ അടച്ചേ. ആർ ഡി പോലെ ക്ലോസ് ചെയ്തപ്പോൾ ഏകദേശം എനിക്ക് 3,21,000 രൂപ റിട്ടേൺ കിട്ടിയത്. ഇപ്പോഴും ഞാൻ ഇൻഡെക്സ് പ്ലസ് എന്റെ വീട്ടിൽ പോസ്റ്റ് ഓഫീസ് ആർ ഡി ചേരുന്നതിന് പകരം ഞാനും വൈഫും ഇൻഡെക്സ് പ്ലസിന്റെ പോളിസി എടുത്തിരിക്കുന്നു. അപ്പോൾ നോൺ മെഡിക്കൽ ആൻഡ് യങ് പ്രൊഫഷണലിന്റെ ഇടയിൽ നമ്മൾ വർക്ക് എല്ലാ പ്ലാനും ഇവർക്ക് എന്താ പറയുക, റിലാക്സേഷൻ മെഡിക്കലിലൊക്കെ ഉണ്ട്, പ്രിഫേർഡ് നോൺ മെഡിക്കലിൽ കുറെ കാര്യങ്ങൾ. അപ്പൊ നമ്മുടെ പ്രോസ്പെക്ടിങ് മെത്തേഡിനകത്ത് യങ്സ്റ്റേഴ്സ് നമ്മുടെ കയ്യിൽ നിന്ന് പോളിസി വാങ്ങുന്നില്ല എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്, അല്ലേ? പല ആളുകൾ യങ്സ്റ്റേഴ്സിന് കാണാൻ ബുദ്ധിമുട്ട് എന്നുള്ളതൊക്കെയാണ്. പക്ഷെ പർപ്പസ്ഫുള്ളി നമ്മൾ ഇവർക്കൊരു കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ദേ ആർ റെഡി ടു ടേക്ക് എ പോളിസി. നിറയെ പോളിസികൾ ഇവർ എടുക്കും. ഇനി ടേം അഷുറൻസ് വിൽക്കുകയാണെങ്കിൽ അതും വിൽക്കും, കാരണം ഇവർക്ക് ടേം അഷുറൻസ് ആണ് താല്പര്യമെങ്കിൽ. അപ്പൊ ഇതിന്റെ ഇടയിൽ ഇപ്പൊ നോക്ക്, പല ഏജൻസി സുഹൃത്തുക്കളും ഈ ഒരു കാറ്റഗറിയുടെ ഇടയിൽ വർക്ക് ചെയ്യുന്നില്ല. എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, ഇവരുടെ കൂട്ടത്തിൽ വർക്ക് ചെയ്ത എന്താ ഗുണം എന്നറിയോ? ഇവരുടെ ആളുകളുടെ, അതായത് ഈ യങ്സ്റ്റേഴ്സ് എങ്ങനെയാണ് പെരുമാറുന്നത്, ഇവരുടെ സൈക്കോളജി എന്താണെന്നൊക്കെ നമ്മളെ ഇവർ പഠിപ്പിച്ചു തരും. നമ്മൾ ഇത് ഇവിടുന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? നമുക്ക് ഈ ഒരു കാറ്റഗറിയുടെ അടുത്ത് അടുക്കാൻ പറ്റാതാവും. അതുകൊണ്ട് നിങ്ങളുടെ 100 പോളിസി ചേർക്കാനുള്ള പ്രോസ്പെക്ടിംഗ് ലിസ്റ്റിന്റെ ഒരു 25% എങ്കിലും നോൺ മെഡിക്കൽ ആൻഡ് യങ് പ്രൊഫഷണൽസ്, അങ്ങനെയുള്ള പ്രിഫേർഡ് നോൺ മെഡിക്കലും ഒക്കെ കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തോണം. അപ്പൊ പോസ്റ്റ് ഓഫീസ് ആർ ഡി പോലെ ഇൻഡെക്സ് പ്ലസ് മാർക്കറ്റ് ലിങ്ക്ഡ് പ്ലാൻ ആണ്, അതിനകത്ത് ബെനിഫിറ്റ് അങ്ങനെയൊന്നും ഇല്ലട്ടോ. നല്ല പോളിസിയാണ് ഇൻഡെക്സ് പ്ലസ് എന്ന് പറയുന്നത്. 5 കൊല്ലത്തെ പ്ലാൻ പറഞ്ഞുകൊണ്ട് നമുക്ക് വെക്കാം. 5 കൊല്ലം കഴിഞ്ഞ് സറണ്ടർ ചെയ്ത് പോസ്റ്റ് ഓഫീസ് ആർ ഡി പോലെ നമുക്ക് തിരിച്ചെടുക്കുകയും ചെയ്യാം. ഇനി പാർഷ്യൽ വിഡ്രോവൽ ചെയ്യാം. ലോട്ട് ഓഫ് ഓപ്ഷൻസ് അതിനകത്തുണ്ട്. അപ്പൊ അത് നമുക്ക് പഠിക്കാം. ഇനി നമ്പർ ഓഫ് പോളിസിയൊക്കെ ഏറ്റവും കൂടുതൽ ചെയ്യാൻ നമുക്ക് ബ്രാഞ്ചിലൊക്കെ ഈ പേപ്പറും ഒക്കെ ആയിട്ട് പോകേണ്ടി വരും, അല്ലേ? അപ്പൊ അതിനുള്ള ഏറ്റവും എളുപ്പമാർഗം എന്ന് പറയുന്നത് ആനന്ദ നമ്മൾ നന്നായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. ആനന്ദിയും ഈ നാച്ചും ഒരു മാസത്തെ പ്രീമിയം അടച്ചാൽ മതി, നമുക്ക് പോളിസി കംപ്ലീറ്റ് ആക്കാൻ പറ്റും. അപ്പൊ ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് കഴിഞ്ഞ തവണ 112 പോളിസി എങ്ങാണ്ടോ ചെയ്തു. അപ്പൊ അവനോട് ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു ആ ചെയ്തതിൽ 90 പോളിസിയും ഈ നാച്ചിലാണ് കൊടുത്തിരിക്കുന്നത്. മന്ത്ലി പ്രീമിയം അടയ്ക്കാൻ പറ്റി പറയുമ്പോൾ എന്താ ഒരു ഗുണമുള്ളേ? പെട്ടെന്ന് ഡിസിഷൻ വരും. 2,000, 3,000, 4,000
ഇനിയിപ്പോൾ എത്രയാണോ ഒരാൾ പെട്ടെന്ന് ഒരു ഡിസിഷൻ എടുക്കുക. അപ്പോൾ 100 പോളിസി ചെയ്യുമ്പോൾ നമുക്ക് അത് നാച്ചിലും ആനന്ദ വഴിയും ചെയ്യണമെങ്കിൽ നമുക്ക് ഒരുപാട് പേപ്പർ വർക്കുകൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഓട്ടോമാറ്റിക്കായിട്ട് ഓഫീസിൽ പോകണ്ട, വളരെ സിമ്പിളായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. നാച്ച് ആകുമ്പോൾ വേറൊരു ബെനിഫിറ്റ് എന്താ, എല്ലാ മാസവും റെഗുലർ ആയിട്ട് നമുക്കൊരു കമ്മീഷൻ കിട്ടുകയും ചെയ്യും. നോർമലി നമ്മളിപ്പോൾ ഇയർലി പ്രീമിയം മറ്റു കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ നമുക്ക് ചില പ്രത്യേക മാസങ്ങൾ നിറയെ കമ്മീഷൻ ആകും, ചിലപ്പോൾ അടുത്ത മാസങ്ങൾ അതുണ്ടാവില്ല. നമ്മുടെ മാസമുള്ള കമ്മിറ്റ്മെന്റ് ചിലപ്പോൾ ചില മാസം ഫുൾഫിൽ ചെയ്യാൻ പറ്റില്ല. പക്ഷെ നാച്ച് ആണെങ്കിൽ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ 7-ാം തീയതിയോ 15-ാം തീയതിയോ 22-ാം തീയതിയോ 28-ാം തീയതിയോ ഒക്കെ നമുക്ക് നാച്ച് കൊടുക്കാം. പക്ഷെ ഞാൻ കസ്റ്റമേഴ്സിനോട് പറയും 7-ാം തീയതിയും 15-ാം തീയതി മാത്രമേ നാച്ചുള്ളൂ, ബാക്കി 2 കുറിച്ച് പറയാറില്ല. അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 7-ഉം 15-ാം തീയതി അഥവാ നമുക്ക് ആ മാസം നാച്ച് പെൻഡിങ് ആയി കഴിഞ്ഞാൽ നമുക്ക് ആ മാസം തന്നെ വാങ്ങി അടയ്ക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് ഇതേപോലെ നാച്ചിൽ പോളിസി ചെയ്യാം. 1 മാസത്തെ പ്രീമിയം വാങ്ങിയാൽ മതി. വളരെ സിമ്പിളാണ് നാച്ച് ചെയ്യാൻ. കാരണം കസ്റ്റമറുടെ നിന്ന് ആ ഡീറ്റെയിൽ ഒക്കെ വാങ്ങി നമുക്ക് ചെയ്യണമെങ്കിൽ എല്ലാ മാസവും ബാങ്കിൽ നിന്ന് എടുത്തു പോവുകയും ചെയ്യും. അപ്പൊ അവരൊന്ന് ഓർമ്മിപ്പിച്ചാൽ മതി. ഞാൻ ചെയ്യുന്നത് പോലെ 7-ാം തീയതിയിലുള്ള നാച്ചിന് ഒരു ബ്രോഡ്കാസ്റ്റിംഗ് ലിസ്റ്റ് ഉണ്ട്, 15-ാം തീയതിയിലുള്ള നാച്ചിന് ഒരു ബ്രോഡ്കാസ്റ്റിംഗ് ലിസ്റ്റ് ഉണ്ട്. അപ്പൊ ഞാൻ 1-ാം തീയതി തന്നെ നിങ്ങളുടെ പ്രീമിയം 7-ാം തീയതി വരുന്നു പറഞ്ഞ ബ്രോഡ്കാസ്റ്റിംഗ് മെസ്സേജ് അയക്കും. അങ്ങനെയൊക്കെ ഓർമ്മപ്പെടുത്തും. അപ്പൊ എല്ലാ മാസവും ഇത് കൃത്യമായിട്ട് നാച്ചിന്റെ പ്രീമിയം. ഇപ്പോൾ 100 പോളിസി ചെയ്യണമെന്ന് ആഗ്രഹിക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സംഗതിയാണ് ഈ ആനന്ദയും നാച്ചും. ഇത് രണ്ടും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും, എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ ഇതിലും കൂടെ ഒന്ന് നമ്മൾ കോൺസെൻട്രേറ്റ്. അപ്പൊ നമുക്ക് ബ്രാഞ്ചിലൊന്നും പോണ്ട, ദൂരെയുള്ള ആളുകളെ നമുക്ക് പോളിസി ചേർക്കാൻ 2-3 OTP ഇപ്പൊ ആവശ്യമുള്ളൂ. അപ്പൊ ആനന്ദയെ കുറിച്ചുള്ള ഒരു പഠനം കൂടെ നമ്മൾ നടത്തുക. ദെൻ ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, വെരി വെരി ഇമ്പോർട്ടൻറ്റ്, പാർട്ട്ണർ ക്ലോസ്ലി വിത്ത് യുവർ ലീഡേഴ്സ്. അല്ലേ? എന്താണ് പാർട്ട്ണർ ക്ലോസ്ലി വിത്ത്? നമ്മൾ 100 പോളിസിയൊക്കെ ചെയ്യണം, നമുക്ക് ധാരാളം സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നമ്മുടെ കോർപ്പറേഷനിൽ നിന്ന് കിട്ടുന്നുണ്ട്. നമ്മളെ ഈ പ്രസ്ഥാനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന ഒരു ലീഡർ ഉണ്ടാവും, അല്ലേ? അത് ഡെവലപ്മെന്റ് ഓഫീസേഴ്സ് ആവാം, SBA ആവാം, അല്ലേ? നമുക്ക് ബ്രാഞ്ച് മാനേജർ ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് ABMS ഉണ്ട്, ഇപ്പോൾ ചീഫ് ലൈഫ് ഇൻഷുറൻസ് അഡ്വൈസർ ഉണ്ടാവും. അവരുമായിട്ട് നല്ലൊരു അടുപ്പം വെക്കാൻ പറ്റുന്ന ആളുകളാണെങ്കിൽ നല്ലൊരു അടുപ്പം വെക്കുക. കാരണം അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ധാരാളം ആൾക്കാരുണ്ടാവും. അപ്പൊ ഈ സപ്പോർട്ട് അവരുടെയും കൂടെ നമുക്ക് ആവശ്യമാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരു 100 പോളിസിയൊക്കെ ചെയ്യാൻ പറ്റുമ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളും കൂടെ നമുക്ക് ആവശ്യമാണ്. പാർട്ട്ണർ ക്ലോസ്ലി വിത്ത് യുവർ ലീഡേഴ്സ്. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഒരു 100 പോളിസി മിഷൻ 300 ഡേയ്സിൽ ചെയ്യേണ്ട കാര്യം. നമുക്കിതിൽ ഒരുപാട് കാര്യങ്ങൾ ഇലാബറേറ്റ് ചെയ്ത് പറയാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, അതിനെക്കുറിച്ച് കുറേ കാര്യങ്ങളുണ്ട്. അപ്പൊ നമ്മൾ ഈ മിഷൻ 300 ഡേയ്സിൽ നിങ്ങൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബൈജൂസ് അക്കാദമി തരുന്നൊരു ഓഫർ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മള് ഉൽപാദനക്ഷമത പ്രവർത്തനത്തെ ആശ്രയിച്ചിരിക്കുന്നു എന്നാ പറയാ. ആക്ടിവിറ്റി ബ്രിങ് ദ പ്രൊഡക്ടിവിറ്റി എന്നാ പറയാ. എന്താണ് ഉൽപാദനക്ഷമത പ്രവർത്തനത്തെ ആശ്രയിച്ചായിരിക്കും. നമ്മൾ എന്ത് ആക്ടിവിറ്റി ചെയ്യുന്നോ ഇതാണ് നമുക്ക് കൂടുതലായിട്ടും റിസൾട്ട് കൊണ്ടുവന്ന് തരിക. അപ്പൊ നമ്മൾ എന്ത് ചെയ്തോണം? SMS ആക്ടിവിറ്റി ചെയ്യണം, സ്റ്റാറ്റസ് ആക്ടിവിറ്റി ചെയ്യണം, സ്റ്റാൾ ആക്ടിവിറ്റി ചെയ്യണം, ലീഫ്ലെറ്റുകൾ വിതരണം ചെയ്യണം, റെഫറൻസ് ചോദിക്കണം, സർവേ ചെയ്യണം, കസ്റ്റമർ ആക്ടിവിറ്റി ചെയ്യണം, ഫോളോ അപ്പ് ആക്ടിവിറ്റി ചെയ്യണം. അപ്പൊ അങ്ങനെ കുറെ ആക്ടിവിറ്റികൾ ചെയ്താൽ മാത്രമേ നമുക്ക് ഇപ്പൊ ഈ 300 ദിവസങ്ങളിൽ എന്തൊക്കെ ആക്ടിവിറ്റി ചെയ്യണം, അതെങ്ങനെ സ്ട്രക്ചേർഡ് ആയിട്ട് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് അറിയേണ്ട കാര്യമുണ്ട്. അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ മിഷൻ 300 ഡേയ്സ് എന്ന് പറഞ്ഞിട്ട് ബൈജൂസ് അക്കാദമി ഒരു കോഴ്സ് അനൗൺസ് ചെയ്യുകയാണ്. ഇപ്പോൾ നിങ്ങൾ ഇവിടെ 494 പേര് ഇരിക്കുന്നുണ്ട്. മിഷൻ 300 ഡേയ്സിൽ നമ്മൾ ഈ ഒരു കോഴ്സിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മാസത്തിൽ 2 ക്ലാസ്സാണ് വരിക. 1-ാമത്തെ വ്യാഴാഴ്ചയും 3-ാമത്തെ വ്യാഴാഴ്ചയും കാലത്ത് 6 മണിക്കായിരിക്കും സെഷൻ ഉണ്ടാവുക. 2499 രൂപയാണ് ഫീസ്. മാർച്ച് വരെ ഈ ക്ലാസ് ഉണ്ടാവും. എല്ലാ മാസത്തെയും 1-ാമത്തെ വ്യാഴാഴ്ചയും 3-ാമത്തെ വ്യാഴാഴ്ചയും. ഇതിന്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് ബോണസ് ആയിട്ട് കിട്ടുന്നത് ഞങ്ങളുടെ ബ്രാൻഡ് ബിൽഡർ എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. നിങ്ങൾക്ക് മാർക്കറ്റിംഗ്, ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ഡിജിറ്റൽ പോസ്റ്റേഴ്സ് ഒക്കെ നിങ്ങൾ സ്റ്റാറ്റസ് വെക്കണം എന്നൊക്കെ പറഞ്ഞ് ഒരു ബ്രാൻഡ് ബിൽഡർ എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ, അതിൽ ഹെൽത്ത് ഇൻഷുറൻസിന്റെയും ലൈഫ് ഇൻഷുറൻസിന്റെയും ഒക്കെ ധാരാളം പോസ്റ്റേഴ്സ് നമുക്ക് അതിനകത്ത് നിങ്ങളുടെ ഫോട്ടോ ഒക്കെ വെച്ച് ചെയ്യാൻ പറ്റും. ദെൻ ഹെൽത്ത് ഇൻഷുറൻസിന്റെ ഒരു കോഴ്സ്, മുമ്പ് ബൈജൂസ് അക്കാദമി ചെയ്ത ഒരു ഹെൽത്ത് ഇൻഷുറൻസിന്റെ ഒരു കോഴ്സിന്റെ റെക്കോർഡിംഗ് നിങ്ങൾക്ക് പലരും ഇവിടെ ഹെൽത്ത് ഇൻഷുറൻസ് ചെയ്യുന്നുണ്ട്. ഒരു 10-12 റെക്കോർഡിംഗുള്ള ഒരു ക്ലാസ് ഉണ്ട്. ഇതിനാകെ നിങ്ങൾ അടയ്ക്കേണ്ട ഫീസ് എന്ന് പറയുന്നത് 4,999 രൂപയാണ് ഫീസ്. 2,499 രൂപ ഓഫർ പ്രൈസിൽ നമ്മൾ ഈ മാസം ഈ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇന്ന് ജോയിൻ ചെയ്യുന്ന ആളുകൾക്ക് ഞങ്ങളൊരു സ്പെഷ്യൽ ഓഫർ വെച്ചിട്ടുണ്ട്. 2,499 രൂപ അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കോഴ്സിനകത്ത് ജോയിൻ ചെയ്യാൻ പറ്റും. മാർച്ച് 30 വരെ ക്ലാസ് ഉണ്ടാവും.
എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് എൻ്റെ നെക്സ്റ്റ് ലെവൽ എന്ന് പറയുന്ന ക്ലാസ്സിലുള്ള ആളുകൾ ദയവേത് ഈ കോഴ്സിൽ ജോയിൻ ചെയ്യരുത്. അവർക്ക് ഈ കോഴ്സ് ഓട്ടോമാറ്റിക്കായിട്ട് ഫ്രീ ആയിട്ട് കിട്ടും. നെക്സ്റ്റ് ലെവൽ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു ഇയർലി കോഴ്സ് നടക്കുന്നുണ്ട്. ഒരു 10-80 പേരുള്ള ആൾക്കാരാണ്. അത് അവർ ഈ കോഴ്സിന് പൈസ അടയ്ക്കേണ്ട കേട്ടോ. കാരണം ഈ കോഴ്സ് അവർക്ക് ഫ്രീ ആയിട്ട് കിട്ടും. ബാക്കിയുള്ള ആളുകൾക്ക് വെറും 2499 രൂപയിൽ മാർച്ച് വരെ, അതായത് ഈ മിഷൻ 300 ഡേയ്സിൽ നിങ്ങൾക്ക് എങ്ങനെ പ്രോസ്പെക്ടിങ് നടത്തണം, എന്തൊക്കെയാണ് വാട്സപ്പിൽ സ്റ്റാറ്റസ് വെക്കേണ്ടത് എന്നുള്ളതൊക്കെ പറഞ്ഞറിയിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു സെഷൻ ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ചെറിയൊരു ഫീസേ വാങ്ങിക്കുന്നുള്ളൂ. എല്ലാ മാസത്തെയും 1-ാമത്തെ വ്യാഴാഴ്ചയും 3-ാമത്തെ വ്യാഴാഴ്ച നിങ്ങൾക്ക് ഇതിനകത്ത് ക്ലാസ് ഉണ്ടാവും. രാവിലെ 6 മണിക്കായിരിക്കും സെഷൻ ഉണ്ടാവുക. കുറേ 24-25 സെഷൻ ഉണ്ടാവും. നിങ്ങൾക്ക് നേരത്തെ ബ്രാൻഡ് ബിൽഡർ സോഫ്റ്റ്വെയർ കിട്ടിയ ആളുകൾക്ക് 1 വർഷം കൂടെ ഞങ്ങളത് എക്സ്റ്റെൻഡ് ചെയ്ത് തരും. സാറേ, ഞങ്ങളുടെ കയ്യിൽ നേരത്തെ ബ്രാൻഡ് ബിൽഡർ സോഫ്റ്റ്വെയർ ഉണ്ട്, അപ്പോൾ അതിപ്പോൾ വേണ്ട എന്ന് പറയുകയാണെങ്കിൽ ആ സോഫ്റ്റ്വെയറിന്റെ വാലിഡിറ്റി തീരുന്ന സമയത്ത് ഞങ്ങൾ അടുത്ത 1 കൊല്ലത്തേക്ക് കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് തരും. അപ്പൊ ഇന്ന് ജോയിൻ ചെയ്യുന്ന ആളുകൾക്ക് ഈ ഒരു ഓഫർ 2499 ജോയിൻ ചെയ്യാൻ പറ്റും. നാളെയൊക്കെ ആണെങ്കിൽ നിങ്ങൾ 3499 രൂപ അടച്ചോളൂ. വളരെ നിങ്ങളോടൊപ്പം 100 പോളിസി ചെയ്യാൻ ഞാനും റെഡി ആയിട്ടിരിക്കുന്നത്. മിഷൻ 300 ഡേയ്സിൽ എന്തൊക്കെ ചെയ്യണം, നമ്മൾ കോമ്പറ്റീഷൻ വിൻ ചെയ്യാൻ എന്തൊക്കെ പരിപാടികൾ ചെയ്യണം എന്നുള്ള വിപുലമായ ഒരു 1-1.5 മണിക്കൂർ സെഷനുള്ള ഒരു ക്ലാസ് മാസത്തിന്റെ തുടക്കത്തിലും 15 ദിവസം കൂടുമ്പോഴാണ് ക്ലാസ് ഉള്ളത്. അപ്പോൾ ഇനി ആരെങ്കിലും നാളെ ഈ സാധനം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾ കാണുന്നുണ്ട് എങ്കിൽ, യൂട്യൂബിൽ കാണുന്ന ആളുകൾക്ക് ഈ സെഷൻ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്കും ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. 11-ാം തീയതിയാണ് ഇത്തവണ നമ്മൾ 11-ാം തീയതിയാണ് സെഷൻ തുടങ്ങുന്നത്, വ്യാഴാഴ്ച. അത് കഴിഞ്ഞിട്ട് അടുത്ത 1-ാമത്തെയും 3-ാമത്തെയും വ്യാഴാഴ്ചകളിൽ കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ ഇന്നത്തെ ഓഫർ പ്രൈസിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനുള്ള ഒരു അവസരമാണിത്. താല്പര്യമുള്ള ആളുകൾക്ക് ഈ കോഴ്സിനകത്ത് ജോയിൻ ചെയ്യാം. 2499 അടച്ചാൽ മതി. നിങ്ങൾക്ക് മാർക്കറ്റിങ്ങിന് വേണ്ടി 1 ഇയർ വാലിഡിറ്റി ഉള്ള ഒരു സോഫ്റ്റ്വെയർ നമ്മൾ തരുന്നുണ്ട്, ബ്രാൻഡ് ബിൽഡർ എന്ന് പറഞ്ഞിട്ട്. ഹെൽത്ത് ഇൻഷുറൻസിന്റെ ഒരു കോഴ്സിന്റെ റെക്കോർഡിംഗ്, 10 ക്ലാസ്സുകളുടെ റെക്കോർഡിംഗ് ഇതിന്റെ കൂട്ടത്തിൽ ഫ്രീ ആയിട്ട് കിട്ടും. അപ്പൊ ഇതൊക്കെയാണ് മിഷൻ 300 ഡേയ്സുമായി ബന്ധപ്പെട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോ താല്പര്യമുള്ള ആളുകളൊക്കെ കോഴ്സിൽ ജോയിൻ ചെയ്യാം. അപ്പൊ ഇന്ന് ഏകദേശം 500 പേര് വന്നു. നമ്മുടെ ക്ലാസ്സിനകത്ത് 500 പേരുണ്ടായിരുന്നു, ഇപ്പൊ 470 ഉണ്ട്. അപ്പോ എല്ലാവരെയും ഞാൻ ഈ ക്ലാസ്സിലേക്ക് ക്ഷണിക്കുകയാണ്. നിങ്ങളുടെ കൂടെ ഒരു പ്രാക്ടീഷണറുടെ കൂടെ, ഞാൻ ഈ അടുത്ത കാലത്തൊന്നും സെഞ്ചുറിയൻ ചെയ്തിട്ടില്ല, കുറെ കാലം മുമ്പ് ഒരു 5-6 തവണയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ കുറച്ചൊക്കെ MDRTയിലൊക്കെയാണ് അങ്ങനെ നിൽക്കുകയാണ്, ഗാലക്സി ക്ലബിലൊക്കെ നിൽക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് ഒരു പ്രാക്ടീഷണറുടെ കൂടെ പഠിക്കാനുള്ള സിമ്പിൾ ആയിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ നമ്മൾ റെഡിയാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഈ കോഴ്സിന്റെ പുറത്ത് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു വെരി മച്ച്. ഇതൊക്കെയാണ് എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഗൂഗിൾ പേ ഒക്കെ എടുക്കുക, ഫീസൊക്കെ അടയ്ക്കുക. ഫീസ്